So, hi all, welcome to Entry Technical. So, നമുക്കിന്ന് സബ് എഞ്ചിനീയർ എക്സാമിനേഷനകത്ത് സിങ്ക്രണസ് മെഷീൻസിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും കൺസെപ്റ്റുകളെ പറ്റിയും ഡിസ്കഷൻ നടത്താം. ക്വസ്റ്റ്യൻ നമ്പർ 1. In figure, the characteristic that correspond to the variation of synchronous reactance of synchronous motor with field current is എന്നാണ് ക്വസ്റ്റ്യൻ. സോ നമ്മൾ അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം നമ്മൾ എന്താണ് സിങ്ക്രണസ് റിയാക്റ്റൻസ് ഓഫ് എ സിങ്ക്രണസ് മോട്ടോറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് വിത്ത് റെസ്പെക്റ്റ് ടു ഫീൽഡ് കറണ്ട് ആണ് പ്ലോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. സോ ഈ ക്വസ്റ്റ്യനിൽ കേർവ് 1, 2, 3, 4 ഒരുപാട് 4 കേർവ് മെൻഷൻഡ് ആണ് അല്ലേ. സോ നമുക്കിത് എങ്ങനെ പ്രൊസീഡ് ചെയ്യാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കുക, സിങ്ക്രണസ് റിയാക്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ചെയ്താൽ യു ഗെറ്റ് ദ വാല്യൂ ഓഫ് സിങ്ക്രണസ് റിയാക്റ്റൻസ്. സോ അപ്പോൾ ഒരു പോയിന്റ് നമുക്കറിയാം ഓപ്പൺ സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സിങ്ക്രണസ് മെഷീൻ എന്താണ്. ദിസ് ഈസ് ദി ഓപ്പൺ സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സിങ്ക്രണസ് മെഷീൻ. ഈ ഓപ്പൺ സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പോർഷൻ വരെ ലീനിയർ ആയിട്ട് പോകുന്നതായിട്ട് കാണാം. അതിനുശേഷം എന്താണ്, ഇത് സ്ലോലി സാച്ചുറേറ്റ് ആയി പോകുന്ന ഒരു പ്രവണതയാണ് കാണാൻ സാധിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം ദിസ് ഈസ് ആക്ച്വലി ഓപ്പൺ സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക്സ്. ഷോർട്ട് സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക്സ് പ്ലോട്ട് ചെയ്യാനാണെങ്കിൽ ദിസ് വിൽ ബി ദ കേസ് ഓഫ് എന്താണ് ഷോർട്ട് സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ISC. സോ ശ്രദ്ധിക്കുക, VOC ഡിവൈഡഡ് ബൈ ISC ആണ് XS എന്ന് ഞാൻ പറഞ്ഞു അല്ലേ, സിങ്ക്രണസ് റിയാക്റ്റൻസ്. സോ അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം ഈ ഒരു സാച്ചുറേഷൻ വരുന്ന പോയിന്റ് വരെ VOC ഈസ് ലീനിയർ, ISC ഈസ് ഓൾസോ ലീനിയർ. ഇത് ഫീൽഡ് കറണ്ട് ആണ്. അതായത് VOC എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഫീൽഡ് കറണ്ട് ഇൻറ്റു സം X. ഞാൻ പറയുന്നു ISC എന്ന് പറയുന്നതും ഫീൽഡ് കറണ്ട് ഇൻറ്റു എക്സിന് പ്രൊപ്പോർഷണൽ ആണ്, അല്ലെങ്കിൽ വൈന് പ്രൊപ്പോർഷണൽ ആണ്. ശ്രദ്ധിക്കുക, അപ്പോൾ VOC ബൈ ISC എഴുതി കഴിഞ്ഞാൽ വി ഹാവ് എന്താണ് VOC ബൈ ISC എഴുതിയാൽ വി ഹാവ് X ബൈ Y വിച്ച് ഈസ് അഗെയിൻ അനദർ കോൺസ്റ്റന്റ്. സോ നമ്മുടെ സിങ്ക്രണസ് റിയാക്റ്റൻസ് അപ് ടു ദ പോയിന്റ് ഓഫ് സാച്ചുറേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ കോൺസ്റ്റന്റ്. അതിനുശേഷം വോൾട്ടേജ് സ്ലോലി എന്താണ് ലീനിയാരിറ്റി വിട്ട് നോൺ ലീനിയർ സാച്ചുറേഷനിലേക്ക് പോകുമ്പോൾ ഫീൽഡ് കറണ്ട് ഇൻക്രീസ് ആവുന്നതനുസരിച്ച് ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ഇൻക്രീസ് ആവുമെങ്കിലും പ്രൊപ്പോർഷണലി ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് വിൽ നോട്ട് ഇൻക്രീസ്. സോ ഈ ഇൻക്രീസ് ആവുന്ന പ്രൊപ്പോർഷണാലിറ്റി ഡിക്രീസ് ആവുന്നത് കൊണ്ട് നമ്മുടെ XS എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി റെഡ്യൂസ് ചെയ്ത് പോകുന്നതായിട്ട് കാണാം. സോ വി ഹാവ് the graph of synchronous reactance in this manner, which is our curve 2. So curve 2 corresponds to our final answer. സോ ഇതുകൊണ്ടാണ് നമ്മുടെ സിങ്ക്രണസ് റിയാക്റ്റൻസിൻ്റെ കർവ് ഇനിഷ്യലി സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്നതും അതിനുശേഷം ഒരു ബെൻഡ് കഴിഞ്ഞ് താഴേക്ക് പോകുന്നതും. സോ വൺ ആൻസർ ഈസ് ഓപ്ഷൻ B. Second question. A 6-pole 3-phase alternator running at 1000 RPM supplies to an 8-pole 3-phase induction motor which has a rotor current of frequency 2 Hz. ശ്രദ്ധിക്കുക, നമ്മളുടെ ഈ ക്വസ്റ്റ്യനകത്ത് ഒരു ഓൾട്ടർനേറ്റർ ഉണ്ട്. ദിസ് ഓൾട്ടർനേറ്റർ ഈസ് ആക്ച്വലി ഗിവിംഗ് സപ്ലൈ ടു ഇൻഡക്ഷൻ മോട്ടോർ. So there is an alternator supplying an induction motor which has a rotor current of frequency 2 Hz. ഇൻഡക്ഷൻ മോട്ടോറിനകത്തുള്ള റോട്ടോറിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന കറണ്ടിൻ്റെ ഫ്രീക്വൻസിയാണ് ഈ 2 Hz എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ദ സ്പീഡ് അറ്റ് വിച്ച് ദ മോട്ടോർ ഓപ്പറേറ്റ്സ്, അതായത് നമ്മുടെ ഇൻഡക്ഷൻ മോട്ടോർ ഓപ്പറേറ്റ് ചെയ്യുന്ന സ്പീഡാണ് ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കുക, ആദ്യമേ പറഞ്ഞു വി ഹാവ് ആൻ ഓൾട്ടർനേറ്റർ, 6-pole ഓൾട്ടർനേറ്റർ റണ്ണിങ് അറ്റ് 1000 RPM. സോ ഒരു ഓൾട്ടർനേറ്റർ ഉണ്ട്. ഈ ഓൾട്ടർനേറ്റർ എന്തൊക്കെ ചെയ്യുന്നു നമുക്കറിയാം. സിങ്ക്രണസ് സ്പീഡ് ഓഫ് ആൻ ഓൾട്ടർനേറ്റർ ഈസ് ഗിവൺ ബൈ 120 F/P. നമ്പർ ഓഫ് പോൾസ് 6 ആണ്, സ്പീഡ് ഈസ് 1000. സോ ആൾട്ടർനേറ്റർ ജനറേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി
The waveform generated by alternator is having a frequency ns into p divided by 120. ഓക്കെ, സോ എത്ര വരും നമുക്ക് ഫ്രീക്വൻസി എന്ന് പറയുന്നത് എൻ എസ് എത്രയാണ്? എൻ എസ് ഈസ് ഗിവൺ എസ് 1000, പി എന്ന് പറയുന്നത് 6 അല്ലേ? സോ 6000 ഡിവൈഡഡ് ബൈ 120 അല്ലേ? സോ വി ഹാവ് 6000 ഡിവൈഡഡ് ബൈ 120 വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ് വരുന്നത്? വി ഹാവ് 50 ഹെർട്സ്. സോ ശ്രദ്ധിക്കുക, ഓൾട്ടർനേറ്റർ ഔട്ട്പുട്ട് ഈസ് ഹാവിങ് എ ഫ്രീക്വൻസി ഓഫ് 50 ഹെർട്സ്. ഈ ഓൾട്ടർനേറ്ററിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്ന 50 ഹെർട്സ് സിഗ്നലിനെ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു ഇൻഡക്ഷൻ മോട്ടോറിലേക്ക് കടത്തിവിടുന്നു. 50 ഹെർട്സ് ഇൻഡക്ഷൻ മോട്ടോർ. അപ്പോൾ എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത്? ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ സപ്ലൈ ആണ് അല്ലേ? ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ സ്റ്റേറ്ററിലെ റിവോൾവിംഗ് ഫീൽഡിൻ്റെ സ്പീഡ് എത്രയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആ സ്പീഡാണ് ശരിക്കും സിങ്ക്രണസ് സ്പീഡ് ഓഫ് ഇൻഡക്ഷൻ മെഷീൻ. സോ ഇൻഡക്ഷൻ മെഷീൻ്റെ സിങ്ക്രണസ്ലി റിവോൾവിംഗ് എം എം എഫിൻ്റെ സ്പീഡ് എത്രയാണ്? It is given by ns equal to 120 into f divided by p. What is the number of poles in the case of an induction machine? Induction machine എന്ന് പറയുന്നത് it is an 8 pole machine. So p നമുക്ക് 8 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 120 into 50 hertz signal divided by 8 poles. എന്തായിരിക്കും വരുന്നത്? It is 6000 divided by 120. Sorry, 6000 divided by 8. Sorry, 120 into 50 എന്ന് പറയുമ്പോൾ 6000 divided by 8. So answer is 3000 by 4, 1500 by 2, which is equal to 750 rpm. സോ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? നിങ്ങളുടെ ഇൻഡക്ഷൻ മെഷീനിൻ്റെ സ്റ്റേറ്ററിൽ റിവോൾവ് ചെയ്യുന്ന ഫീൽഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അറ്റ് 750 rpm. ഇൻഡക്ഷൻ മെഷീന് റോട്ടർ ഉണ്ട്, അറ്റ് ദ സെയിം ടൈം നമുക്ക് ഒരു സ്റ്റേറ്റർ ഉണ്ട്. സ്റ്റേറ്ററിൽ റിവോൾവ് ചെയ്യുന്ന ഫീൽഡ് ഇസ് അറ്റ് 750 rpm. ക്വസ്റ്റ്യൻ, റോട്ടോർ കറണ്ട്, അത് ഇൻഡക്ഷൻ മെഷീനിൽ ഇൻഡക്ഷൻ ആക്ഷൻ വഴി ഇൻഡക്ഷൻ മെഷീൻ്റെ റോട്ടറിൽ ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്നു. ഉടനെ റോട്ടർ സ്പീഡ് ജനറേറ്റ് ചെയ്യുന്നു. റോട്ടർ സ്പീഡ് അച്ചീവ് ചെയ്ത് ഒരു സ്ലിപ്പ് സ്പീഡിൽ റോട്ടോർ കോൺസ്റ്റന്റ് ആക്കി മൂവ് ചെയ്യും. സോ അറ്റ് ദാറ്റ് ടൈം റോട്ടോർ കറണ്ട് ഈസ് ഹാവിങ് എ ഫ്രീക്വൻസി ഓഫ് 2 ഹെർട്സ്. റോട്ടോറിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന കറണ്ടിൻ്റെ ഫ്രീക്വൻസി എത്രയാകുന്നു? 2 ഹെർട്സിൽ എന്നാണ് പറയുന്നത്. റോട്ടോർ ഈസ് റൊട്ടേറ്റിംഗ് നൗ ഇൻഡക്ഷൻ ആക്ഷൻ വഴി. റോട്ടോറിൽ ഫൈനലി ഇൻഡ്യൂസ് ചെയ്യുന്ന കറണ്ടിൻ്റെ ഫ്രീക്വൻസി ഈസ് 2 ഹെർട്സ്. നമുക്കറിയാം ഫ്രീക്വൻസി ഇൻ ദ റോട്ടോർ സർക്യൂട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അറ്റ് സ്ലിപ്പ് ഫ്രീക്വൻസി. കാരണം റിലേറ്റീവ് സ്പീഡിന് പ്രൊപ്പോർഷണൽ ആയിട്ട് മാത്രമായിരിക്കും റോട്ടോറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന കറണ്ടിൻ്റെ ഫ്രീക്വൻസി. സോ റോട്ടർ ഫ്രീക്വൻസി നമുക്ക് എന്താണ് തന്നിട്ടുണ്ട്, ഇറ്റ് ഈസ് 2 ഹെർട്സ്. സ്ലിപ്പ് എത്രയാണെന്ന് അറിയില്ല. ഫ്രീക്വൻസി ഓഫ് സപ്ലൈ എത്രയാണ്? ഇറ്റ് ഈസ് 50. സോ വി ഹാവ് ദ വാല്യൂ ഓഫ് സ്ലിപ്പ് as 0.04. നമ്മളുടെ ക്വസ്റ്റ്യൻ എന്താണ്? ദ സ്പീഡ് അറ്റ് വിച്ച് മോട്ടോർ ഓപ്പറേറ്റ്സ്, അതായത് റോട്ടോർ സ്പീഡാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. റോട്ടോർ സ്പീഡ് എത്രയാണ്? വി നോ ഇറ്റ് ഈസ് ns into 1 minus s. സിങ്ക്രണസ് സ്പീഡ് ഓഫ് റോട്ടോർ ഫീൽഡ് സിങ്ക്രണസ് ഫീൽഡ് ഓഫ് ദ ഇൻഡക്ഷൻ മെഷീൻ സ്റ്റേറ്റർ എം എം എഫ് എന്താണ്? ഇറ്റ് ഈസ് എത്രയാണ്? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു അല്ലേ? ഇറ്റ് ഈസ് 750 rpm into 1 minus 0.04. ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് 750 into 0.96 വിച്ച് ഈസ് ഈക്വൽ ടു 720 rpm, which is equal to 720 rpm. So answer is option D. ഓപ്ഷൻ ഡി ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ. സോ ഈ ക്വസ്റ്റ്യൻ എന്താണ്? ഒരു ജനറേറ്റർ ഒരു മോട്ടോറിന് സപ്ലൈ കൊടുക്കുന്നു എന്നാണ് ഈ ക്വസ്റ്റ്യൻ്റെ മീനിങ്. വൺ ജനറേറ്റർ ഈസ് സപ്ലൈങ് എ മോട്ടോർ. സോ ഇൻ ദിസ് വേ വി ഹാവ് ടു പ്രൊസീഡ് ദിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ഇതൊരു കാസ്കേഡഡ് സിസ്റ്റം ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. Next question. A synchronous generator connected to an infinite bus is over excited. So synchronous generatorന്റെ എക്സൈറ്റേഷൻ കണ്ടീഷൻസ് കംപ്ലീറ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. അറ്റ് ദ സെയിം ടൈം ഒരു സിങ്ക്രണസ് മോട്ടോറിൻ്റെയും ഡിഫറെൻറ്റ് എക്സൈറ്റേഷൻ ടൈമിൽ മെഷീൻ എങ്ങനെയൊക്കെ വർക്ക് ചെയ്യും എന്ന് പ്രോപ്പറായിട്ട് എക്സാമിനേഷന് അറിഞ്ഞിരിക്കണം. So a synchronous generator connected to an infinite bus is over excited.
കൺസിഡറിങ് ഓൺലി ദ റിയാക്റ്റീവ് പവർ ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ദ സിസ്റ്റം ദ മെഷീൻ ആക്ടസ് എന്നാണ് ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കുക, വി ഹാവ് എ വോൾട്ടേജ് വി. ഇതാണ് എൻ്റെ ടെർമിനൽ വോൾട്ടേജ് അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ബസ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇനി എന്താണ് പറയുന്നത്? ഇറ്റ് ഈസ് ഓവർ എക്സൈറ്റഡ് എന്നാണ് പറയുന്നത്. സിങ്ക്രണസ് ജനറേറ്ററിൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇ എഫ് ഷുഡ് ലീഡ് വോൾട്ടേജ് ഫോർ ജനറേറ്റർ ആക്ഷൻ ടു ടേക്ക് പ്ലേസ് ഡെൽറ്റ ഷുഡ് ബി പോസിറ്റീവ് എന്നാണ്. ശ്രദ്ധിക്കുക, ഇതാണ് ഓവർ എക്സൈറ്റഡ് കണ്ടീഷനിലെ ഗ്രാഫ്. സോ ജനറേറ്റർ ആണ്, ദിസ് ഈസ് അവർ ജനറേറ്റർ. ഒരു ഇ ജി ഉണ്ടാവും, എക്സസും ഉണ്ടാവും അല്ലേ. സോ ഇതാണ് നമ്മുടെ ടെർമിനൽ വോൾട്ടേജ്. സോ വി പ്ലസ് ജെ ഐ എ ഇൻറ്റു എക്സസ്. സോ ദിസ് ഈസ് എന്താണ്? ദിസ് ഈസ് ഗ്രാഫ് എന്താണ്? ജെ ഐ എ എക്സസ്. ജെ ഐ എ എക്സസ് ആണ്. ദാറ്റ് മീൻസ് ആക്ച്വൽ ആർമേച്ചർ കറണ്ടിൻ്റെ ശ്രദ്ധിക്കുക, പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഈ കർവ് വരുന്നത് അല്ലേ. ജെ ഇൻറ്റു ഐ എ ഇൻറ്റു എക്സസ് ആണ്. ഐ എ എക്സസിൻ്റെ കൂടെ ജെ കൊണ്ടാണ് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നത്. ദാറ്റ് ഈസ് പ്ലസ് 90. സോ ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണെങ്കിൽ 90 ഡിഗ്രി പോസിറ്റീവ് ഡയറക്ഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് ഈ കർവ് കിട്ടുന്നത്. സോ ശ്രദ്ധിക്കുക, വി ഐ. സോ ഐ എ ഈസ് ലാഗിങ് വോൾട്ടേജ്. ദാറ്റ് മീൻസ് ലാഗിങ്. ദാറ്റ് മീൻസ് ജനറേറ്റർ ഈസ് ഡെലിവറിങ്. ജനറേറ്റർ ഈസ് ഡെലിവറിങ് പവർ. ദിസ് ജനറേറ്റർ ഈസ് ഡെലിവറിങ് ലാഗിങ് റിയാക്റ്റീവ് പവർ അല്ലേ. കറണ്ട് ഈസ് ലാഗിങ് ദ വോൾട്ടേജ് മീൻസ് നമ്മൾ ഈ സിസ്റ്റം പോയിന്റ് ഓഫ് വ്യൂ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കറണ്ട് ഈസ് ലാഗിങ് ദ വോൾട്ടേജ് അല്ലേ. ഹിയർ ഒരു ആർമേച്ചർ കറണ്ട് വരുന്നുണ്ട്. ദിസ് ആർമേച്ചർ കറണ്ട് ഈസ് ലാഗിങ് ദ സപ്ലൈ വോൾട്ടേജ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ സിങ്ക്രണസ് ജനറേറ്റർ, ദിസ് സിങ്ക്രണസ് ജനറേറ്റർ ഈസ് ഡെലിവറിങ് ലാഗിങ് റിയാക്റ്റീവ് പവർ. ജനറേറ്റർ അല്ലെങ്കിലും പവർ ഡെലിവർ ചെയ്യത്തേ ഉള്ളൂ അല്ലേ. സോ ലാഗിങ് റിയാക്റ്റീവ് പവർ ഡെലിവർ ചെയ്യുന്നു മീൻസ് ഇറ്റ് ഈസ് ദ ഫങ്ഷൻ ഓഫ് എന്താണ്? ഇറ്റ് ഈസ് ദ ഫങ്ഷൻ ഓഫ് എ കപ്പാസിറ്റർ. ലാഗിങ് എന്ന് കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഇൻഡക്ടർ ചൂസ് ചെയ്യാൻ തോന്നും. ബട്ട് ആക്ച്വലി ഇവിടെ സംഭവിക്കുന്നത് ദിസ് സിങ്ക്രണസ് ജനറേറ്റർ ഈസ് ഡെലിവറിങ് ലാഗിങ് റിയാക്റ്റീവ് പവർ. നമുക്കറിയാം നമ്മളെ കപ്പാസിറ്ററിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണ്. നമ്മൾ കപ്പാസിറ്റർ സാധാരണമായി യൂസ് ചെയ്യുന്നത് പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. സോ ആക്ച്വലി പവർ ഫാക്ടർ ഇംപ്രൂവ്മെൻറ്റിനകത്ത് എന്താണ് സംഭവിക്കുന്നത്? വി ഹാവ് എ ലോഡ്. ഈ ലോഡിന് ആവശ്യമായിട്ടുള്ള ലാഗിങ് റിയാക്റ്റീവ് പവർ മെയിൻ സപ്ലൈയിൽ നിന്നും എടുക്കുന്നതിന് പകരം നമ്മൾ ലോക്കലി കപ്പാസിറ്റർ പ്രൊവൈഡ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ദ കപ്പാസിറ്റർ ഇസ് കേപ്പബിൾ ഓഫ് പ്രൊവൈഡിങ് ലാഗിങ് റിയാക്റ്റീവ് പവർ ടു ദ ലോഡ്. അത് തന്നെയാണ് കപ്പാസിറ്ററിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം കപ്പാസിറ്റർ ഇസ് ടേക്കിംഗ് ലീഡിങ് റിയാക്റ്റീവ് പവർ. അതുകൊണ്ടാണ് നമുക്ക് കപ്പാസിറ്റർ ലീഡിങ് എന്നുള്ളൊരു തോന്നൽ വരുന്നത്. പക്ഷേ കപ്പാസിറ്റർ ഇസ് ടേക്കിംഗ് ലീഡിങ് റിയാക്റ്റീവ് പവർ മീൻസ് കപ്പാസിറ്റർ ഇസ് ഡെലിവറിങ് ലാഗിങ് റിയാക്റ്റീവ് പവർ എന്നാണ്. സോ ഇറ്റ് ആക്ട്സ് ലൈക്ക് എ കപ്പാസിറ്റർ. ഓവർ എക്സൈറ്റഡ് ആയിട്ടുള്ള സിങ്ക്രണസ് ജനറേറ്റർ ഈസ് ആക്ടിങ് ലൈക്ക് എ കപ്പാസിറ്റർ. സിമിലർലി നിങ്ങൾക്ക് ഓവർ എക്സൈറ്റഡ് ആയിട്ടുള്ള സിങ്ക്രണസ് മോട്ടോർ നോക്കിയാലും കപ്പാസിറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നത് കാണാം. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ദ ഫേസ് സീക്വൻസ് ഓഫ് എ ത്രീ ഫേസ് ഓൾട്ടർനേറ്റർ വിൽ റിവേഴ്സ്. എപ്പോഴാണ് ഫേസ് സീക്വൻസ് റിവേഴ്സ് ആകുന്നത് എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കുക, ഫേസ് സീക്വൻസ് എന്ന് പറയുമ്പോൾ സപ്പോസ് സ്റ്റേറ്റർ, ഇത് സ്റ്റേറ്റർ ആണെന്ന് അല്ലെങ്കിൽ ഇത് റോട്ടർ ആണെന്ന് വിചാരിക്കുക. നമുക്ക് എന്തുണ്ട്? സ്റ്റേറ്റർ ഉണ്ട് അല്ലേ. ഇത് ആർ ഫേസ്, ഇവിടെ വൈ ഫേസ്, ബി ഫേസ് ആണെന്ന് വിചാരിക്കുക. സപ്പോസ് ഞാൻ റോട്ടർ ഈ ഡയറക്ഷനിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? മാക്സിമം വോൾട്ടേജ് ആദ്യം ഇവിടെ കറണ്ട് ഇവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെടും, അതിനുശേഷം ഇവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെടും, അതിനുശേഷം ഇവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെടും. സോ ഞാനിപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സപ്പോസ് ഇവിടെ മേളിൽ ആറും ഇവിടെ ബിയും ഈ കേസിൽ വൈയും ആണെങ്കിൽ ആർ ബി വൈ ആണ് ഫേസ് സീക്വൻസ്. അറ്റ് ദ സെയിം ടൈം ഞാൻ ഈ റോട്ടറിനെ തിരിച്ച് റൊട്ടേറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് മാക്സിമം എന്താണ്? ആർ ഫേസിൽ ഇൻഡ്യൂസ് ചെയ്യും,
അതിനുശേഷം വൈ ഫേസിൽ ഇൻഡ്യൂസ് ചെയ്യും, അതിനുശേഷമേ ബി ഫേസിൽ ഇൻഡ്യൂസ് ചെയ്യത്തുള്ളൂ. ഇഫ് ഐ റിവേഴ്സ് ദ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് റോട്ടോർ. സോ ഇതാണ് നമ്മളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ. സോ ഇൻ ഓർഡർ ടു ചേഞ്ച് ദ ഫേസ് സീക്വൻസ്, അതായത് ആർ ബി വൈനെ എനിക്ക് ആർ വൈ ബി ആക്കി മാറ്റണമെങ്കിൽ ഐ ഹാവ് ടു റിവേഴ്സ് ദ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ. നെക്സ്റ്റ് ഫീൽഡ് കറണ്ടിൻ്റെ ഒരു കഥ പറയുന്നുണ്ട്. ഫീൽഡ് കറണ്ട് റിവേഴ്സ് ചെയ്താൽ ആക്ച്വലി എന്ത് സംഭവിക്കുന്നത്? ഇതാണ് നമ്മളെ റോട്ടർ അല്ലേ, സിലിണ്ടറിക്കൽ റോട്ടർ ആണെന്ന് വിചാരിക്കുക. ശ്രദ്ധിക്കുക, ഞാൻ ഇവിടെ മൊത്തം ക്രോസ് കൊടുത്തു, ഇവിടെ മൊത്തം ഡോട്ട് കൊടുത്തു. സോ ഫീൽഡ് ഫ്ലക്സ് ഇവിടെ നോർത്ത് പോളും ഇവിടെ സൗത്ത് പോളുമായി മാറും. ഫീൽഡ് മുകളിലേക്കാണ് പോകുന്നത്. അറ്റ് ദ സെയിം ടൈം ഞാൻ കറണ്ടിൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്തു ഫീൽഡിൽ. അതായത് ഇപ്പുറത്ത് ഡോട്ടും ഇപ്പുറത്തെ സൈഡിൽ ക്രോസും കൊടുത്താൽ താഴെ നോർത്ത് പോളും മുകളിൽ സൗത്ത് പോളും ജനറേറ്റ് ചെയ്യും. ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ സെയിം ആണെന്ന് വിചാരിക്കുക. സോ ഞാനൊരു ടൈം ഫ്രെയിം എടുത്തിട്ട് പറയുന്നു, ഇനിഷ്യലി എൻ്റെ ശ്രദ്ധിക്കുക, രണ്ട് എന്താണ് ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണെന്ന് അസ്യൂം ചെയ്യാം. ഇനിഷ്യലി ഈ കേസിനകത്ത് ആർ ബി വൈ ആണെന്ന് വിചാരിക്കുക. ആർ ഫസ്റ്റ് വരും, പിന്നെ ബി വരും, പിന്നെ വൈ വരും. സെക്കൻഡ് കേസ് നോക്കിക്കോ, ഞാൻ ടൈം സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ റോട്ടർ ഇങ്ങനെ നോർത്തിൽ നിന്ന് പോവുകയാണ്. സോ ഞാൻ പറയുന്നു എന്താണ്, വൈ വരുന്നു, പിന്നെ ആർ വരുന്നു, പിന്നെ ബി വരുന്നു. ആക്ച്വലി എന്താണ്, ഫേസ് സീക്വൻസ് സെയിം തന്നെയാണ്. ഫേസ് സീക്വൻസ് ഇസ് നോട്ട് ചേഞ്ചിങ്. ആർ ബി വൈ കഴിഞ്ഞാൽ വീണ്ടും ആർ ബി തന്നെയാണ്. ആ വൈ ആർ ബി ഞാൻ ഈ പോയിന്റ് ഈ കേസിൽ എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. സോ റിവേഴ്സിങ് ദ ഡയറക്ഷൻ ഓഫ് ദ ഫീൽഡ് കറണ്ട് ഡോസ് നോട്ട് ഹാവ് എനി എഫക്റ്റ് ഓൺ ദ എന്താണ് ആൾട്ടർനേറ്റർ ഫേസ് സീക്വൻസ്. വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. സോ നമുക്ക് പറയാം ദ ഫീൽഡ് കറണ്ട് റിമെയിൻസ് ദ സെയിം ബട്ട് ദ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഈസ് റിവേഴ്സ്ഡ് എന്ന്. The field current remains the same but the direction of rotation is reversed. So our answer is option B. Our answer is option B. Next question. Which of the following graph represents the speed torque characteristics of a synchronous motor? Synchronous motor ആണ്. Synchronous motor എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ മോട്ടോർ ഓപ്പറേറ്റിംഗ് അറ്റ് സിൻക്രണസ് സ്പീഡ്. സോ ആ കേസിനകത്ത് ഞാൻ ടോർക്ക് ഇൻക്രീസ് ചെയ്താൽ എന്ത് സംഭവിക്കുന്നു? സ്പീഡ് ഈസ് നോട്ട് ഗോയിങ് ടു ചേഞ്ച്. ഇൻക്രീസ് ഇൻ ദ ടോർക്ക് ഈസ് മെറ്റ് ബൈ ഇൻക്രീസ് ഇൻ ദ ലോഡ് ആംഗിൾ. അതായത് ഡെൽറ്റ എന്ന് പറയുന്ന ആംഗിളിൻ്റെ മാഗ്നിറ്റ്യൂഡ് റൈസായി അഡീഷണൽ ആയിട്ട് വരുന്ന ടോർക്കിനെ മാനേജ് ചെയ്യാനുള്ള പവറും കാര്യങ്ങളും എല്ലാം ഡെലിവർ ചെയ്യും. സോ ശ്രദ്ധിക്കുക, ഇറ്റ് ഈസ് എ സിൻക്രണസ് മോട്ടോർ. സോ നമുക്ക് പറയാം ദ സ്പീഡ് ഈസ് റിമൈനിങ് കോൺസ്റ്റന്റ് വിത്ത് റൈസ് ഇൻ ടോർക്ക് ഓർ fall in torque. So answer is option A. Option A is the correct answer. Next question. The synchronous speed of a 7th space harmonic MMF wave of a 3-phase 8-pole 50 Hz induction machine is. യൂഷ്വലി 7th ഹാർമോണിക് എന്ന് പറയുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും എന്താണ്, സാധാരണ നമുക്കറിയാം ഒമേഗ ഫണ്ടമെൻ്റൽ ആണെങ്കിൽ 3rd ഹാർമോണിക്സ് 3 ഒമേഗ, 5th ഹാർമോണിക്സ് 5 ഒമേഗ എന്നിങ്ങനെയാണ് പോകുന്നത്. സോ നിങ്ങൾക്ക് സ്പീഡ് ഇൻക്രീസ് ആവുന്നതായിട്ട് തോന്നാം, ബട്ട് ശ്രദ്ധിക്കുക, ഹിയർ ദേ ആർ റെഫറിങ് ടു സ്പേസ് ഹാർമോണിക് MMF. സ്പേസ് ഹാർമോണിക്കിൻ്റെ സ്പീഡ് റെഡ്യൂസ് ആവുകയാണ് ചെയ്യുന്നത്. സോ ശ്രദ്ധിക്കുക, 7th സ്പേസ് ഹാർമോണിക് എന്ന് പറയുമ്പോൾ സിൻക്രണസ് സ്പീഡ് ഡിവൈഡഡ് ബൈ 7 ആണ് സ്പീഡ് ഓഫ് ദ 7th സ്പേസ് ഹാർമോണിക്. സിൻക്രണസ് സ്പീഡ് എന്താണ്? ഇറ്റ് ഈസ് 120 f/p ഡിവൈഡഡ് ബൈ 7. സോ 120 into 50 divided by 7 into number of poles is 8. So ഇത് ചെയ്ത് കഴിഞ്ഞാൽ you are going to get 107.1428 rpm. So answer is option എന്താണ്? Option A. Answer is option A. 107.14 rpm in the forward direction. 5th ഹാർമോണിക് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകും. 7th ഹാർമോണിക് വീണ്ടും ഫോർവേഡ് ഡയറക്ഷനിലേക്ക് തന്നെയാണ് പ്രൊസീഡ് ചെയ്യുന്നത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സ്റ്റാൻഡ് അലോൺ എൻജിൻ ഡ്രിവൺ സിങ്ക്രണസ് ജനറേറ്റർ ഈസ് ഫീഡിങ് എ പാർട്ട്ലി ഇൻഡക്റ്റീവ് ലോഡ്. ശ്രദ്ധിക്കുക, ഒരു ഇൻഡക്ഷൻ ജനറേറ്റർ സിങ്ക്രണസ് ജനറേറ്റർ പ്രസൻ്റ് ആണെന്ന് വിചാരിക്കുക. ഇറ്റ് ഈസ് ഫീഡിങ് എ പാർട്ട്ലി ഇൻഡക്റ്റീവ് ലോഡ്, അതായത് ഏതോ ഒരു RL ലോഡ്, കോമൺ ലോഡ്, അത് തന്നെയാണ് പാർട്ട്ലി ഇൻഡക്റ്റീവ് ലോഡ് എന്ന് പറയുന്നത്. ഈ കേസിനകത്ത് ദ കപ്പാസിറ്റർ ഈസ് നൗ കണക്റ്റഡ് അക്രോസ് ദ ലോഡ് ടു കംപ്ലീറ്റ്ലി നള്ളിഫൈ ദ ഇൻഡക്റ്റീവ് കറണ്ട്. ഞാനൊരു കപ്പാസിറ്റർ എടുത്ത് ലോഡിന് അക്രോസ് കണക്ട് ചെയ്തു ടു കംപ്ലീറ്റ്ലി നള്ളിഫൈ ദ ഇൻഡക്റ്റീവ് കറണ്ട്. സോ ഇനിഷ്യലി കപ്പാസിറ്റർ ഇല്ലാത്ത സമയത്ത് ഈ ലോഡിന് ആവശ്യമായിട്ടുള്ള ആക്റ്റീവ് പവറും റിയാക്റ്റീവ് പവറും സപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന ആൾ നമ്മുടെ സിങ്ക്രണസ് ജനറേറ്റർ ആയിരുന്നു. സോ ടോട്ടൽ കറണ്ട് ഞാൻ IG1 എന്ന് എടുത്തു. ഇനിഷ്യൽ കേസ് IG1 എന്ന് പറയുന്നത് വിത്തൗട്ട് കപ്പാസിറ്റർ. സെക്കൻഡ് കേസിൽ എന്താണ് സംഭവിച്ചത്? ഞാൻ കപ്പാസിറ്റർ കണക്ട് ചെയ്തു. കപ്പാസിറ്റർ കണക്ട് ചെയ്തോ? എങ്ങനെ കണക്ട് ചെയ്തു? ഇറ്റ് ഈസ് നൗ കണക്റ്റഡ് അക്രോസ് ദ ലോഡ് ടു കംപ്ലീറ്റ്ലി നള്ളിഫൈ ദ ഇൻഡക്റ്റീവ് കറണ്ട്. ഈ ലോഡിന് ആവശ്യമായിട്ടുള്ള ഇൻഡക്റ്റീവ് കറണ്ട് ഇപ്പോൾ നമ്മുടെ കപ്പാസിറ്റർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അങ്ങനെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിയാക്റ്റീവ് പവർ ആക്ച്വലി കപ്പാസിറ്റർ പ്രൊവൈഡ് ചെയ്യുന്നു എന്നാണ് അതിൻ്റെ മീനിങ്. ദാറ്റ് മീൻസ് ദ കറണ്ട് സെൻഡ് ബൈ ദ ജനറേറ്റർ ഈസ് ജസ്റ്റ് സഫിഷ്യൻറ്റ് ടു മീറ്റ് ആക്റ്റീവ് പവർ റിക്വയർഡ് ബൈ ദ ലോഡ്. വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. സോ അതിൻ്റെ മീനിങ് എന്താണ്? ടോട്ടൽ RMS വാല്യൂ ഓഫ് ദ കറണ്ട് ഗിവൺ ഔട്ട് ബൈ ദ ജനറേറ്റർ G2, ഐ മീൻ ജനറേറ്റർ ഇൻ ദ സെക്കൻഡ് കേസ് ഞാൻ പറയുന്നു IG2 ഇസ് ലെസർ ദാൻ IG1. കാരണം സെക്കൻഡ് കേസിനകത്ത് ആക്റ്റീവ് പവർ മാത്രം മീറ്റ് ചെയ്യാനുള്ള കറണ്ട് കൊടുത്താൽ മതി. ആക്റ്റീവ് പവറിന് പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും വരുന്നില്ല. ആക്റ്റീവ് പവർ നമുക്ക് ഇടയ്ക്കൊരു സപ്ലിമെൻറ്റ് വെച്ച് പ്രൊവൈഡ് ചെയ്യാനും സാധിക്കത്തില്ല. റിയാക്റ്റീവ് പവർ നമുക്ക് ഒരു റിയാക്റ്റീവ് പവർ കോമ്പൻസേറ്റിംഗ് എക്യുപ്മെൻറ്റ് പ്രോപ്പറായിട്ട് ലോഡ് സൈഡിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഡെലിവർ. സോ IG2 ഈസ് ലെസർ ദാൻ IG1. ഇതാണ് ഇപ്പോൾ സംഭവിച്ചത്. നമുക്കിനി ഓപ്ഷനിലേക്ക് വരാം. ഫോർ ദിസ് ഓപ്പറേറ്റിംഗ് കണ്ടീഷൻ, ഓപ്ഷൻ എ, ഫീൽഡ് കറണ്ട് ആൻഡ് ഫ്യൂവൽ ഇൻപുട്ട് ഹാവ് ടു ബി റെഡ്യൂസ്ഡ്. ശ്രദ്ധിക്കുക, ഫ്യൂവൽ ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു ആക്റ്റീവ് പവർ. ഫീൽഡ് കറണ്ട് നമുക്കറിയാം, റിയാക്റ്റീവ് പവർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഫീൽഡ് കറണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ആക്റ്റീവ് പവർ ഡെൽറ്റ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സിങ്ക്രണസ് മെഷീനിൽ AC മെഷീൻസിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. സോ ഫീൽഡ് കറണ്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈന് പ്രപ്പോർഷണൽ ആണ്, അല്ലെങ്കിൽ ഫീൽഡ് കറണ്ട് ഈസ് പ്രപ്പോർഷണൽ ടു റിയാക്റ്റീവ് പവർ. ഫീൽഡ് കറണ്ട് എക്സൈറ്റേഷൻ കൂട്ടുന്നതനുസരിച്ച് റിയാക്റ്റീവ് പവർ സപ്ലൈ ഫ്രം എ ജനറേറ്റർ വിൽ ഇൻക്രീസ്. എക്സൈറ്റേഷൻ കുറയ്ക്കുന്നത് അനുസരിച്ച് റിയാക്റ്റീവ് പവർ കുറയുന്നു. സോ നമ്മുടെ ഈ ഓപ്പറേറ്റിംഗ് കണ്ടീഷനകത്ത് ജനറേറ്റർ ഇപ്പോൾ കുറച്ച് എക്സൈറ്റേഷൻ മതി അല്ലേ? കാരണം റിയാക്റ്റീവ് പവർ കൊടുക്കുന്നില്ല. സോ എക്സൈറ്റേഷൻ ക്യാൻ ബി റെഡ്യൂസ്ഡ് എന്നാണ്. ദാറ്റ് മീൻസ് ഫീൽഡ് കറണ്ട് ഷുഡ് ബി റെഡ്യൂസ്ഡ്. നെക്സ്റ്റ് ഫ്യൂവൽ ഇൻപുട്ടിൻ്റെ കേസ്. ഫ്യൂവൽ ഇൻപുട്ടിൻ്റെ കേസ് എന്തായി മാറും? ഫ്യൂവൽ ഇൻപുട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ജനറേറ്റർ ഡെലിവർ ചെയ്യുന്ന ആക്റ്റീവ് പവറിന് ചേഞ്ച് ഒന്നുമില്ല. സോ വി കനോട്ട് ചേഞ്ച് ദ ഫ്യൂവൽ ഇൻപുട്ട്. സോ IF can be reduced. At the same time, fuel input should be left unaltered. Answer is option D. Important question. Next, a synchronous motor is operated from a bus voltage of 1 per unit and is drawing 1 per unit 0 power factor leading current. Its synchronous reactance is 0.5. X തന്നിട്ടുണ്ട്, കറണ്ട് തന്നിട്ടുണ്ട്, ബസ് വോൾട്ടേജും തന്നിട്ടുണ്ട്. സോ ആക്ച്വലി ചുരുക്കി പറഞ്ഞാൽ എല്ലാ വാല്യൂസും പ്രൊവൈഡഡ് ആണ്. വാട്ട് ഈസ് ദി എക്സൈറ്റേഷൻ EMF ഓഫ് ദി മോട്ടോർ എന്നാണ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ എക്സൈറ്റേഷൻ EMF ഓഫ് ദ മോട്ടോർ? എന്തായിരിക്കും മോട്ടോറിൻ്റെ എക്സൈറ്റേഷൻ EMF എന്ന് പറയുന്നത്? 0 പവർ ഫാക്ടർ ലീഡിങ് കറണ്ട് അല്ലേ? ശ്രദ്ധിക്കേണ്ട കാര്യം, ദിസ് ഈസ് വോൾട്ടേജ്.
സീറോ പവർ ഫാക്ടർ ലീഡിങ് കറണ്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മളുടെ കറണ്ടിൻ്റെ അവസ്ഥ, ആർമേച്ചർ കറണ്ട്. സീറോ പവർ ഫാക്ടർ ആണ്, കാരണം പവർ ഫാക്ടർ ആംഗിൾ ഇസ് 90 ഡിഗ്രി. നമുക്കറിയാം എന്താണ് EF is equal to V മൈനസ് J ഇൻറ്റു IA ഇൻറ്റു XS. സോ ശ്രദ്ധിക്കുക, V മൈനസ് J IA XS ആണ്. ഓക്കെ, സോ ശ്രദ്ധിക്കുക, ദിസ് ഇസ് ദ വാല്യൂ ഓഫ് എന്താണ്, ഞാൻ സിങ്ക്രണസ് മോട്ടോറിൻ്റെ ഫേസർ ഡയഗ്രാം വരയ്ക്കുകയാണ്. സോ ദിസ് ഇസ് ദ വാല്യൂ ഓഫ് IA ഇൻറ്റു XS. ദിസ് ഇസ് ദ വാല്യൂ ഓഫ് IA ഇൻറ്റു XS. ഓക്കെ, ഞാൻ ജസ്റ്റ് ഫേസർ വരച്ചു എന്നേ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എക്സൈറ്റേഷൻ ഗ്രാഫിൽ നിന്നും പ്രൊസീഡ് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. ഇക്വേഷനിൽ നിന്നും എങ്ങനെ പ്രൊസീഡ് ചെയ്യാം? EFൻ്റെ വാല്യൂ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലേ? EFൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് വി ഈസ് 1 പെർ യൂണിറ്റ് മൈനസ് IA എന്താണ്, JIA ഇൻറ്റു XS ആണ് അല്ലേ? അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? വേണമെങ്കിൽ V പ്ലസ് IA ഇൻറ്റു XS ആംഗിൾ മൈനസ് 90 എന്ന് എനിക്ക് എഴുതാം. രണ്ടും സെയിം തന്നെയാണ്. സോ 1 പ്ലസ് IA എന്താണ്, IA ഈസ് 1 ആംഗിൾ 90 ഡിഗ്രി, 1 ആംഗിൾ 90 ഇൻറ്റു XS എന്താണ്, ദാറ്റ് ഈസ് 0.5 ആംഗിൾ മൈനസ് 90. സോ പ്ലസ് 90 മൈനസ് 90 ക്യാൻസൽ ആയി പോകും. സോ ഇറ്റ് ഈസ് 1 പ്ലസ് 0.5 വിച്ച് ഈസ് ഈക്വൽ ടു 1.5 പെർ യൂണിറ്റ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി. The resultant flux density in the air gap of a synchronous generator is lowest during എന്ത് കണ്ടീഷൻ എന്നാണ് ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കുക, റിസൾട്ടന്റ് ഫ്ലക്സ് ഡെൻസിറ്റി ഈസ് ലോവസ്റ്റ് ഡ്യൂറിങ് എന്നാണ് ക്വസ്റ്റ്യൻ ഇൻ ദ കേസ് ഓഫ് എ സിങ്ക്രണസ് ജനറേറ്റർ. സിങ്ക്രണസ് ജനറേറ്റർ എങ്ങനെയാണ്? ഫസ്റ്റ് എന്താണ് ജനറേറ്ററിൻ്റെ വർക്കിംഗ് ആലോചിക്കുക. ആദ്യമേ ആലോചിക്കേണ്ടത് സ്റ്റേറ്ററിലാണ് നമ്മളുടെ ആർമേച്ചർ കണ്ടക്ടേഴ്സ്. ഈ ആർമേച്ചർ കണ്ടക്ടറിലാണ് കറണ്ട് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു? റോട്ടറിനെ റൊട്ടേറ്റ് ചെയ്യുന്നു അല്ലേ? റോട്ടറിനെ റൊട്ടേറ്റ് ചെയ്യുന്നു. സോ ഇതായിക്കോട്ടെ നമ്മുടെ റോട്ടർ. ദിസ് ഇസ് എന്താണ്, സ്റ്റേറ്റർ. റോട്ടറിൽ ഇത് നോർത്ത് പോളും ഇത് സൗത്ത് പോളുമാണെന്ന് വിചാരിക്കുക. സോ ശ്രദ്ധിക്കുക, എങ്ങനെ സ്റ്റേറ്ററിലെ കറണ്ട് കണ്ടുപിടിക്കണം എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. പക്ഷെ നമ്മൾ അതിൻ്റെ ഡിസ്കഷൻ കുറച്ച് ലെങ്തിയർ ആയിപ്പോവും. ശ്രദ്ധിക്കുക, റോട്ടറിൻ്റെ റൊട്ടേഷൻ്റെ സ്പീഡ് നമുക്കറിയാം, ഡയറക്ഷൻ നമുക്കറിയാം. കാരണം ജനറേറ്ററാണ്, നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കണം. സ്റ്റേറ്ററിലാണ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നത്. എങ്ങനെ സ്റ്റേറ്ററിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് അറിയണം എന്നുള്ളത്, സ്റ്റേറ്റർ കണ്ടക്ടർ ഇവിടെ ഉണ്ടല്ലേ. സോ ഞാനിവിടെ ഡോട്ട് കൊടുക്കണമോ ക്രോസ് കൊടുക്കണമോ എന്ന് എങ്ങനെ ഡിസൈഡ് ചെയ്യുന്നു? ദിസ് ഇസ് എ സിങ്ക്രണസ് ജനറേറ്റർ. എപ്പോഴും ജനറേറ്റർ ആയതുകൊണ്ട് an EMF will be induced in this conductor which sends a current through the conductor. ആ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറാണ് ഇൻഫാക്റ്റ് ആർമേച്ചർ റിയാക്ഷൻ ജനറേറ്റ് ചെയ്യുന്നത് അല്ലേ. സോ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു നോർമൽ എക്സൈറ്റേഷൻ കേസ് വരയ്ക്കാം. നോർമൽ എക്സൈറ്റേഷൻ കേസിൽ ഇത് നോർത്ത് പോൾ, ഇത് സൗത്ത് പോൾ. സോ ഫീൽഡ് ഫ്ലക്സ് മുകളിലേക്ക് പോകുന്നു, റൊട്ടേറ്റ് ചെയ്യുന്നത് ഇങ്ങോട്ടേക്കാണ്. ഓക്കെ, സോ ശ്രദ്ധിക്കുക, ദർ ഇസ് എ ഫീൽഡ്. സോ ഫീൽഡിൻ്റെ ഡയറക്ഷൻ കിട്ടി. ദിസ് കണ്ടക്ടർ ഈസ് ഇൻ ദ പ്രസൻസ് ഓഫ് എ ഫീൽഡ്. ദിസ് കണ്ടക്ടർ ഈസ് ഇൻ ദ പ്രസൻസ് ഓഫ് എ മൂവിങ് ഫീൽഡ്. സോ ആൻ EMF വിൽ ബി ഇൻഡ്യൂസ്ഡ്. EMF ഇൻഡക്ഷൻ്റെ ഡയറക്ഷൻ കിട്ടണമെങ്കിൽ നമുക്കിവിടെ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ അപ്ലൈ ചെയ്യാം. എങ്ങനെ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ അപ്ലൈ ചെയ്യും? ഈ കേസിൽ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളിൽ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് കണ്ടക്ടർ വേണം, ഡയറക്ഷൻ ഓഫ് ഫീൽഡ് വേണം. എങ്കിൽ മാത്രമേ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF കിട്ടത്തുള്ളൂ അല്ലേ. സോ ഈ കണ്ടക്ടറിൽ എങ്ങനെ ഞാൻ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ അപ്ലൈ ചെയ്തുകൊണ്ട് ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് കണ്ടക്ടർ തിരഞ്ഞെടുക്കും? എങ്ങനെ എന്ന് വെച്ചാൽ, റിലേറ്റീവ് മോഷൻ. റോട്ടർ ഇങ്ങോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൻറ്റി ക്ലോക്ക് വൈസ്. റോട്ടർ സ്റ്റേഷനറി ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് തോന്നും ദിസ് ആർമേച്ചർ കണ്ടക്ടർ ഇസ് റൊട്ടേറ്റിംഗ് ഇൻ ദിസ് ഡയറക്ഷൻ. ഈ പോയിന്റ് നോക്കുകയാണെങ്കിൽ റോട്ടർ ആക്ച്വലി ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യാണ്. ദാറ്റ് മീൻസ് റിലേറ്റീവ്ലി ദിസ് കണ്ടക്ടർ ഈസ് മൂവിങ് ബാക്ക്വേർഡ്സ്. അതാണ് ആക്ച്വലി വിൻ്റെ ഡയറക്ഷൻ അക്കോർഡിംഗ് ടു ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. സോ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ അനുസരിച്ച് ഡയറക്ഷൻ ഓഫ് ഫീൽഡ് ഉണ്ട്, ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി നമ്മുടെ തമ്പ് കാണിക്കുന്നു, ഡയറക്ഷൻ ഓഫ് ഫീൽഡ് ഫോർ ഫിംഗർ കാണിക്കുന്നു. റൈറ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ
that indicates dot. That means current is coming out. Current is going inside here. So as a result, ശ്രദ്ധിക്കുക, ആർമേച്ചർ എം എം എഫിൻ്റെ ഡയറക്ഷൻ ഇതായിരിക്കും അല്ലേ. ജസ്റ്റ് കറണ്ട് ഇസ് ഗോയിങ് ഇൻസൈഡ്, കറണ്ട് ഇസ് കമ്മിങ് അപ്പ്. നിങ്ങളെ റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർമേച്ചർ എം എം എഫിൻ്റെ ഡയറക്ഷൻ ഇതാണെന്ന് കിട്ടും. മേളിലേക്ക് ഫീൽഡ് ഫ്ലക്സിൻ്റെ ഡയറക്ഷൻ. സോ റിസൾട്ടൻ്റ് ഡയറക്ഷൻ ഈസ് ദിസ്. ഇത് തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഇൻ ദ കേസ് ഓഫ് എ സിങ്ക്രണസ് ജനറേറ്റർ ഫോർ സസ്റ്റൈൻഡ് ഓപ്പറേഷൻ, ഫീൽഡ് ഫ്ലക്സ് വിൽ ഓൾവേസ് എന്താണ്, ലീഡ് റിസൾട്ടൻ്റ്. ദാറ്റ് മീൻസ് ഡെൽറ്റ ഈസ് ഓൾവേസ് പോസിറ്റീവ്. ശ്രദ്ധിക്കുക, ദിസ് ഈസ് എഫ് എഫ്, ദിസ് ഈസ് എഫ് എ ആർ, ദിസ് ഈസ് എഫ് ആർ. ഈ ഡെൽറ്റ ഇതിങ്ങോട്ടേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഈ ഫീൽഡ് അല്ലേ, ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഓൾവേസ് എഫ് എഫ് ഈസ് ലീഡിങ് എഫ് ആർ. ഇതൊരു പോയിന്റ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ റിസൾട്ടൻ്റ് ഫ്ലക്സ് ഡെൻസിറ്റി ഇൻ ദ എയർ ഗ്യാപ്പ് ഓഫ് എ സിങ്ക്രണസ് ജനറേറ്റർ ലോവസ്റ്റ് ആവുന്നത് എപ്പോഴാണെന്നാണ്. ലോവസ്റ്റ് ആവുന്നത് ഏത് കേസിലായിരിക്കും? നമുക്കറിയാം ഡയറക്ട്ലി ഡീമാഗ്നറ്റൈസിങ് കേസ് ഓഫ് എ ജനറേറ്റർ. ഈ കേസിൽ ഞാൻ നോർത്ത് ഇവിടെ എത്തിയപ്പം ഇവിടെ എന്ത് സംഭവിച്ചു, മാക്സിമം കറണ്ട് ഇൻഡ്യൂസ് ചെയ്യപ്പെട്ടു എന്ന് എടുത്തു. ഇനി അവിടെ ഒരു 90 ഡിഗ്രി ലാഗിൻ്റെ കണ്ടീഷൻ ഞാൻ എടുത്താലോ, ഇവിടെ നോർത്ത് പോൾ, ഇവിടെ സൗത്ത് പോൾ. ഈ കണ്ടീഷനിൽ എനിക്ക് എന്താണ്, ഇവിടെ മാക്സിമം കറണ്ട് ഇൻഡ്യൂസ് ചെയ്യപ്പെട്ടു എന്നാണ്. സോ ശ്രദ്ധിക്കുക, ഈ കേസിനകത്ത് ഫീൽഡ് ഫ്ലക്സിൻ്റെ ഡയറക്ഷൻ ഇതാണ്, ആർമേച്ചർ എം എം എഫിൻ്റെ ഡയറക്ഷൻ ഇതാണ്. ഇതെന്ത് കണ്ടീഷനാണ്? ദിസ് ഈസ് ലാഗിങ് കണ്ടീഷൻ. ദിസ് ഈസ് ലാഗിങ് കണ്ടീഷൻ. ഇത് 2 പോൾ മെഷീനാണ്. ദിസ് ഇസ് എ ലാഗിങ് കണ്ടീഷൻ. സോ ശ്രദ്ധിക്കുക, ഇങ്ങനെ ലാഗിങ് കണ്ടീഷനിനകത്ത് എഫ് എഫും എഫ് എ ആറും ഓപ്പോസിറ്റ് ആകുമ്പം റിസൾട്ടൻറ്റ് ഫ്ലക്സ് എന്തായി മാറും? റിസൾട്ടൻറ്റ് ഫ്ലക്സ് ഇസ് ലെസ്സർ ദാൻ ഫീൽഡ് ഫ്ലക്സ്. ഇതിൻ്റെ റിസൾട്ടാണ് റിസൾട്ടൻറ്റ് ഫ്ലക്സ്. സോ റിസൾട്ടൻറ്റ് ഫ്ലക്സ് ഇൻ ദ എയർ ഗ്യാപ്പ് വിൽ കം ഡൗൺ. ദാറ്റ് മീൻസ് ദ റിസൾട്ടൻറ്റ് ഫ്ലക്സ് ഡെൻസിറ്റി ഇൻ ദ എയർ ഗ്യാപ്പ് ഇസ് റെഡ്യൂസിങ്. എന്ത് കണ്ടീഷനിലാണ്? സീറോ പവർ ഫാക്ടർ ലാഗ് കണ്ടീഷനകത്ത് ഡയറക്ട്ലി ഡീമാഗ്നറ്റൈസിങ് ആണ്. സോ ഈ കാര്യം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും, കോമൺ ആയിട്ട് സ്റ്റുഡൻറ്റ് അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. ജനറേറ്ററിനകത്ത് ഡയറക്ട്ലി ഡീമാഗ്നറ്റൈസിങ് വരുന്നത് സീറോ പവർ ഫാക്ടർ ലാഗിങ് കണ്ടീഷനാണ്. ഇവിടെ ശ്രദ്ധിക്കുക, ഓപ്പൺ സർക്യൂട്ട്, ഷോർട്ട് സർക്യൂട്ട്, ഫുൾ ലോഡ്, ഹാഫ് ലോഡ്. സോ ഇതിൽ ഏതാണ് സീറോ പവർ ഫാക്ടർ ലാഗിങ്? ആൻസർ ഈസ് ഓപ്ഷൻ ബി, സോളിഡ് ഷോർട്ട് സർക്യൂട്ട്. എന്തുകൊണ്ട്? ബിക്കോസ് വി ഹാവ് എ സിങ്ക്രണസ് ജനറേറ്റർ, വി ഹാവ് എ synchronous reactance which is limiting the solid short circuit current. So സമയത്ത് ഒരു ഫോൾട്ട് കറണ്ട് ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഫോൾട്ട് കറണ്ട് ഇസ് ലിമിറ്റഡ് ബൈ ദ റിയാക്റ്റൻസ്. അതുകൊണ്ട് തന്നെ എന്താണ്, ദിസ് ഇസ് എ സോളിഡ് ഷോർട്ട് സർക്യൂട്ട്. ദ കറണ്ട് സെൻഡ് ബൈ ദ ജനറേറ്റർ വിൽ ബി ലാഗിങ് ദ വോൾട്ടേജ് ബൈ എന്താണ് 90 ഡിഗ്രി. 2 പോൾ ആയതുകൊണ്ട് എനിക്കിങ്ങനെ വരയ്ക്കാൻ സാധിച്ചു, വലിയ ഇഷ്യൂ ഇല്ല. ഒരുപാട് പോൾസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ എന്താണ് അഡ്ജസ്റ്റ് ചെയ്യാം. സോ എന്താണ് ഇവിടെ സംഭവിച്ചത്? സോളിഡ് ഷോർട്ട് സർക്യൂട്ട് സമയത്ത് ഡയറക്ട്ലി ഡീമാഗ്നറ്റൈസിങ് ആയിട്ടുള്ള കറണ്ട് സപ്ലൈ നിന്ന് ഡ്രോ ചെയ്യും. അങ്ങനെ ഡയറക്ട്ലി ഡീമാഗ്നറ്റൈസിങ് ആയിട്ടുള്ള കറണ്ട് സപ്ലൈ നിന്ന് ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മളുടെ അവസ്ഥ. എന്താണ്? റിസൾട്ടൻറ്റ് ഫീൽഡ് ഇൻ ദ എയർ ഗ്യാപ്പ് കുറയാനുള്ള ചാൻസ് വളരെ ഹൈ ആണ്. So answer is option B. A field excitation of 20 ampere in a certain alternator result in an armature current of 400 ampere in short circuit. ഒരുപാട് സ്റ്റോറി പറയുന്നുണ്ട്, പക്ഷെ നമുക്ക് ഈ സ്റ്റോറി നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഓപ്പൺ സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക്സ്, ഷോർട്ട് സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക്സ്. എ ഫീൽഡ് കറണ്ട് ഓഫ് 20 ആംപിയർ. ശ്രദ്ധിക്കുക, ഞാൻ ജസ്റ്റ് കർവ് ഒന്ന് വരയ്ക്കാം ടു അവോയ്ഡ് ദ കൺഫ്യൂഷൻ. ശ്രദ്ധിക്കുക, 20 ആംപിയർ ഇതാണ് എൻ്റെ ഫീൽഡ് കറണ്ട് വേഴ്സസ് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ആൻഡ് ഷോർട്ട് സർക്യൂട്ട് കറണ്ട്. ഇതാണ് എൻ്റെ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജിൻ്റെ അവസ്ഥ, ഇതാണ് എൻ്റെ ഷോർട്ട് സർക്യൂട്ട് കറണ്ടിൻ്റെ അവസ്ഥ. ഇവിടെ ഫീൽഡ് കറണ്ട് 20 ആംപിയർ ആകുമ്പോൾ ആർമേച്ചർ കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? 400 ആംപിയർ. ഇതെന്താണ്? 400 ആംപിയർ. ഇപ്പുറത്താണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത് അല്ലേ ആർമേച്ചർ കറണ്ടിനെ. സോ ദിസ് ഇസ് 400 ആംപിയർ. ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് എത്രയാണോ? ഇറ്റ് ഈസ് 200 വോൾട്ട്. 200 വോൾട്ട്. 200. സോ നമ്മുടെ ക്വസ്റ്റ്യൻ, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ്
internal voltage drop within the machine at the load current of 200 ampere. ലോഡ് കറണ്ട് IA എന്ന് പറയുന്ന 200 ആംപിയർ ആയിക്കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇന്റേണൽ വോൾട്ടേജ് ഡ്രോപ്പ്? ഇന്റേണൽ വോൾട്ടേജ് ഡ്രോപ്പ് എന്താണ്? IA ഇൻറ്റു XS. നമുക്കറിയാം, നമ്മൾ സംസാരിക്കുന്നത് ഒരു ജനറേറ്ററിനെ പറ്റിയാണ്. ജനറേറ്ററിനകത്ത് വരുന്ന ഡ്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർമേച്ചർ കറണ്ട് ഇൻറ്റു XS ആണ്. ദിസ് ഇസ് ദ ഡ്രോപ്പ് ഇൻ ദ അക്രോസ് ദ ജനറേറ്റർ. സോ IA ഇൻറ്റു XS. XS എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? വി ഹാവ് എ ഡയറക്റ്റ് ഫോർമുല. Open circuit voltage divided by short circuit current at a particular field current. That is 0.5. So excess കിട്ടി 0.5. നമുക്ക് armature current is there 200 ampere. So IA into XS എന്ന് പറയുന്നത് it is 200 into 0.5 which is equal to 100 volt. Answer is option C. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. എക്സസ് ഡയറക്റ്റ് തരുന്നതിന് പകരം ക്യാരക്ടറിസ്റ്റിക്സിൽ നിന്നും XS കാൽക്കുലേറ്റ് ചെയ്യാൻ അവർ പറയുന്നു. ഇന്റേണൽ വോൾട്ടേജ് ഡ്രോപ്പ് ഈസ് IA ഇൻറ്റു XS. സോ ഈ ക്വസ്റ്റ്യനകത്ത് ഇനി വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല. ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ 3-phase സാലിയന്റ് പോൾ സിങ്ക്രണസ് മോട്ടോർ, ഒരു സാലിയന്റ് പോൾ സിങ്ക്രണസ് മോട്ടോർ is connected to an infinite bus. It is operated at no load at normal excitation. The field excitation, ശ്രദ്ധിക്കുക, നോർമൽ എക്സൈറ്റേഷനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. The field excitation of the motor is first reduced to 0 and then increased in the reverse direction gradually. Then the armature current, ആർമേച്ചർ കറണ്ടിന് എന്ത് സംഭവിക്കുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. സോ ഇതിനകത്ത് നമുക്ക് 1-2 ഇമ്പോർട്ടൻറ്റ് പോയിന്റ് പറയാനുണ്ട്. ഒന്നാമത്തെ പോയിന്റ് സിങ്ക്രണസ് മോട്ടറാണ്. സിങ്ക്രണസ് മോട്ടോറിൻ്റെ ഫ്ലക്സ് കോൺസ്റ്റൻ്റ് ആക്കി മെയിൻറ്റെയിൻ ചെയ്യണം അല്ലേ? ആ ഫ്ലക്സ് കോൺസ്റ്റൻ്റ് ആക്കി മെയിൻറ്റെയിൻ ചെയ്യുന്ന ആരൊക്കെയാണ്? ആക്ച്വലി ബൈ ദ കമ്പൈൻഡ് ആക്ഷൻ ഓഫ് സ്റ്റേറ്റർ ആൻഡ് റോട്ടോർ. സ്റ്റേറ്റർ എന്താണ്? കറണ്ട് ഡ്രോ ചെയ്യുന്നുണ്ട്. സ്റ്റേറ്റർ ആർമേച്ചർ കണ്ടക്ടേഴ്സ് കറണ്ട് ഡ്രോ ചെയ്യുന്നുണ്ട്. ഈ കറണ്ട് ഡ്രോ ചെയ്യുമ്പോൾ ഫീൽഡ് കറണ്ടും പ്രസൻ്റ് ആണ്. സിങ്ക്രണസ് ആയതുകൊണ്ട് ഫീൽഡ് സർക്യൂട്ടിൽ ഞാനൊരു ഫീൽഡ് കറണ്ട് കൊടുത്തു. സോ ഫീൽഡ് കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ ഫീൽഡ് സർക്യൂട്ട് പ്രൊഡ്യൂസേഴ്സ് എ ഫീൽഡ് ഫ്ലക്സ്. ആർമേച്ചർ കണ്ടക്ടർ ഈസ് ക്യാരിങ് എൻ ആർമേച്ചർ കറണ്ട്, അവിടെയും നമുക്കൊരു ഫ്ലക്സ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. സോ ശ്രദ്ധിക്കുക, ഈ രണ്ടും കൂടെ കമ്പൈൻഡ് ആയിട്ടാണ് ഫ്ലക്സ് ഫൈ കോൺസ്റ്റൻ്റ് ആക്കി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. Question, it is operated at no load at normal excitation. The field excitation of the motor is first reduced to 0. ആദ്യം എന്ത് ചെയ്യുന്നു? ഫീൽഡ് എക്സൈറ്റേഷനെ റെഡ്യൂസ് ചെയ്ത് ഞാൻ 0യിലേക്ക് കൊണ്ടുവന്നു. അതായത് ഈ റോട്ടോറിൻ്റെ അവസ്ഥ, ഇത് റോട്ടർ ആൻഡ് ഹിയർ വി ഹാവ് സ്റ്റേറ്റർ. ഇനിഷ്യലി ഇങ്ങനെയാണ് റോട്ടോറിന്, സാലിയൻ പോൾ ആണ് അല്ലേ? സോറി, ഓക്കെ, സാലിയൻ പോൾ. ഇനിഷ്യലി ഇത് നോർത്ത് പോൾ സൗത്ത് പോൾ ആണെന്ന് വിചാരിക്കുക. കറസ്പോണ്ടിംഗ്ലി ഞാൻ ഫീൽഡ് കറണ്ട് കൊടുക്കണം. സോ എന്താണ് ഇപ്പോൾ സംഭവിച്ചത്? ഫീൽഡ് കറണ്ട് ഞാൻ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫീൽഡ് ഫ്ലക്സ് റെഡ്യൂസ് ആവും. ഫീൽഡ് ഫ്ലക്സ് റെഡ്യൂസ് ആവുമ്പം എയർ ഗ്യാപ്പ് ഫ്ലക്സ് കോൺസ്റ്റൻ്റ് ആക്കി മെയിൻറ്റെയിൻ ചെയ്യാൻ ആർമേച്ചറിൽ നിന്നും കറണ്ട് കൂടുതൽ ഡ്രോ ചെയ്യും. സോ ദ ആർമേച്ചർ കറണ്ട് ഈസ് ആക്ച്വലി ഇൻക്രീസിങ്. ആർമേച്ചർ കറണ്ട് ഈസ് ഇൻക്രീസിങ്, കാരണം എയർ ഗ്യാപ്പ് ഫ്ലക്സ് കോൺസ്റ്റൻ്റ് ആക്കി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഫീൽഡ് ഫ്ലക്സ്, അപ്പോൾ ആദ്യം ആർമേച്ചർ കറണ്ട് ഇൻക്രീസിങ് ആണ്. ഫീൽഡ് ഫ്ലക്സ് ഇസ് ഗ്രാജുവലി റെഡ്യൂസ്ഡ് ടു 0. ഫീൽഡ് ഫ്ലക്സ് ഇത് ഞാൻ 0യിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? ആർമേച്ചർ കറണ്ട് ഇസ് മാക്സിമം. ആർമേച്ചർ കറണ്ട് ഇൻക്രീസ് ആയി വെരി ഹൈ വാല്യൂവിൽ നിൽക്കുകയാണ് ടു മെയിൻറ്റെയിൻ ദ ഫ്ലക്സ്. വെരി ഹൈ വാല്യൂ എന്ന് പറയുന്നത് ഭയങ്കര ഡേഞ്ചറസ് കണ്ടീഷൻ ഒന്നും അല്ല. വൈ? ബിക്കോസ് ഇറ്റ് ഇസ് അറ്റ് ദ നോ ലോഡ്. നോ ലോഡ് സമയത്താണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മെഷീനകത്ത് ചെയ്യുന്നത് എന്ന് ഓർമ്മ വേണം. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഇനി ഞാൻ ഫീൽഡ് കറണ്ടിനെ റിവേഴ്സ് ചെയ്യുന്നു. അതായത് ദ ഫീൽഡ് എക്സൈറ്റേഷൻ ഓഫ് ദ മോട്ടോർ ഇസ് ഫസ്റ്റ് റെഡ്യൂസ്ഡ് ടു 0 കഴിഞ്ഞു, ആൻഡ് ദെൻ ഇൻക്രീസ്ഡ് ഇൻ ദ റിവേഴ്സ് ഡയറക്ഷൻ ഗ്രാജുവലി. അതായത് ഈ ക്രോസ് ഇട്ടെടുത്ത് ഞാൻ ഡോട്ട് ഇട്ട് തുടങ്ങുന്നു, ഈ ഡോട്ട് ഇട്ടെടുത്ത് ഞാൻ ക്രോസ് ഇട്ട് തുടങ്ങും. ദാറ്റ് മീൻസ് എന്താണ്? ഫീൽഡ് പോൾസിൻ്റെ പൊളാരിറ്റി റിവേഴ്സായി, താഴെ നോർത്തും മേളിൽ സൗത്തുമായി. ദാറ്റ് മീൻസ് എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ്?
ഈ ആർമേച്ചർ കറണ്ട് കാരണം ഒരു ഫ്ലക്സ് ഉണ്ടാവും. ആ കറണ്ട് ഫീൽഡ് ഫ്ലക്സും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് റിസൾട്ടന്റ് ഫ്ലക്സ് ഇൻ ദ എയർ ഗ്യാപ്പ് വരുന്നത് അല്ലേ. സോ അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, നമ്മൾ ഫീൽഡ് ഫ്ലക്സ് റിവേഴ്സ് ഡയറക്ഷനിൽ കൊണ്ടുവരാൻ മീൻസ് ഫീൽഡ് ഫ്ലക്സ് നെഗറ്റീവായി തുടങ്ങിയതാണ്. നമ്മൾ ആദ്യം പഠിച്ചതിനെ ബേസ് ചെയ്ത്, ആദ്യം എക്സ്പ്ലെയിൻ ചെയ്തതിനെ ബേസ് ചെയ്ത് ഫീൽഡ് ഫ്ലക്സ് നെഗറ്റീവായി തുടങ്ങി. ദാറ്റ് മീൻസ് ആർമേച്ചർ കറണ്ട് ഈസ് സ്റ്റിൽ ഇൻക്രീസിങ്. താഴെ നോർത്തും മുകളിൽ സൗത്തും ആയി. ഓക്കെ ആണല്ലോ. ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, നമ്മളിപ്പോൾ ഇനി പോകാൻ പോകുന്നേ ഉള്ളൂ. ആർമേച്ചർ കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞല്ലേ. ഫീൽഡ് ഫ്ലക്സ് റെഡ്യൂസ് ചെയ്ത് നേരത്തെ 0 ആയില്ലേ. ആ കണ്ടീഷനിലും ഇത് കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യും. കാരണം എന്താണ്, ദിസ് ഇസ് എ സാലിയന്റ് പോൾ മെഷീൻ. റിലക്റ്റൻസ് ടോർക്ക് പ്രസന്റ് ആണ്. ഫീൽഡിൽ ഒന്നും ഇല്ലെങ്കിലും റിലക്റ്റൻസ് ടോർക്ക് വിൽ മേക്ക് ദ മെഷീൻ ടു കണ്ടിന്യൂ ഇൻ ദ സെയിം ഡയറക്ഷൻ. ശ്രദ്ധിക്കുക, ഇനിയിപ്പോൾ നെഗറ്റീവ് ആയപ്പോൾ താഴെ നോർത്തും മുകളിൽ സൗത്തും ആയി. സോ ദാറ്റ് മീൻസ് ആർമേച്ചർ കറണ്ട് ഈസ് എഗെയിൻ ഇൻക്രീസിങ് ആക്ച്വലി. കാരണം ഈ നെഗറ്റീവ് ഫ്ലക്സിനെയും കൂടെ കോമ്പൻസേറ്റ് ചെയ്യാനുള്ള ഫ്ലക്സ് ആണ് ഇപ്പോൾ ആർമേച്ചർ കറണ്ട് ഡ്രോ ചെയ്യുന്നത്. സോ ഈ സമയത്തൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ്, ആർമേച്ചർ കറണ്ട് ഇൻക്രീസിങ് മീൻസ് എന്താണ് സംഭവിക്കുന്നത്? ഇഫ് ആർമേച്ചർ കറണ്ട് ഈസ് ഇൻക്രീസിങ്, ഡെഫിനറ്റ്ലി ഡെൽറ്റ വിൽ ഇൻക്രീസ്. ഫേസറൊക്കെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാളും ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ഫേസറിൽ നിന്ന് മനസ്സിലാവും. ആർമേച്ചർ കറണ്ട് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എന്താണ്, ഒരു സിമ്പിളായിട്ട് ഞാൻ വരയ്ക്കാം. ഇത് വിയും ഇത് ഐ എ ആണെന്ന് വിചാരിക്കുക. ഇത് ജനറേറ്ററാണ്. ഇതാണ് ജെ ഐ എ ഇൻറ്റു എക്സസ്, ദിസ് ഇസ് ഇ. ഞാൻ ഈ കേസിനകത്ത് ആർമേച്ചർ കറണ്ട് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? സപ്പോസ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഫീൽഡ് എക്സൈറ്റേഷൻ കോൺസ്റ്റന്റ് ആക്കി വെച്ചുകൊണ്ട് ആർമേച്ചർ കറണ്ട് ഞാൻ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഐ എ എക്സസിന്റെ മാഗ്നിറ്റ്യൂഡ് കുറച്ചും കൂടെ മുകളിലേക്ക് പോകും അല്ലേ. ഫീൽഡ് എക്സൈറ്റേഷൻ കോൺസ്റ്റന്റ് ആണെങ്കിൽ ഡെൽറ്റ വിൽ ഇൻക്രീസ്. ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഐ എ കൂടി കഴിഞ്ഞാലും ഡെൽറ്റ വിൽ ഇൻക്രീസ്. സോ ഡെൽറ്റ ഇൻക്രീസ് ചെയ്യാൻ മീൻസ് ശ്രദ്ധിക്കുക, ഡെൽറ്റ ഇൻക്രീസ് ചെയ്ത് ഒരു പർട്ടിക്കുലർ ലെവൽ കഴിഞ്ഞാൽ ഒരു പോളിൻ്റെ എഫക്റ്റിൽ നിന്നും അത് എന്താണ് സ്ലിപ്പായി തൊട്ടടുത്തുള്ള പോളിലേക്ക് പോയി ചേരും. ശ്രദ്ധിക്കുക, ആംഗിൾ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. രണ്ടും സിംഗിൾ സ്പീഡ് തന്നെയാണ് റിവോൾവ് ചെയ്യുന്നത്. ഇനിഷ്യലി ഇങ്ങനെയായിരുന്നു. ലോഡ് ഐ എ കൂടുന്നതനുസരിച്ച് എന്താണ് റോട്ടർ ഫ്ലൈ ബാക്ക് ചെയ്യും. ഈ ഫ്ലൈ ബാക്ക് ചെയ്യുന്ന റോട്ടറും സിംഗിൾ സ്പീഡ് തന്നെയാണ് പോകുന്നത്. അതങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ആംഗിൾ കൂടി ഒരു പർട്ടിക്കുലർ ആംഗിൾ കഴിഞ്ഞാൽ റോട്ടർ സ്ലിപ്പ് ചെയ്ത് തൊട്ടടുത്ത പോളിൽ പോയി ഇരിക്കും. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ വീണ്ടും എഗെയിൻ നോർമൽ കണ്ടീഷൻ ഈസ് അച്ചീവ്ഡ്. നോർമൽ കണ്ടീഷൻ ഈസ് അച്ചീവ്ഡ് മീൻസ് എന്താണ്, ഇനിഷ്യലി എങ്ങനെയാണോ ഇരുന്നത് അതേ സ്റ്റേറ്റിലേക്ക് നമ്മളുടെ മെഷീൻ പോകും. സോ പെട്ടെന്ന് ആർമേച്ചർ കറണ്ട് റെഡ്യൂസ് ചെയ്ത് വളരെ ലോ വാല്യൂയിലേക്ക് പോകും. ഇതാണ് ഈ ഒരു സിറ്റുവേഷനിൽ സംഭവിക്കുന്നത്. സോ ആൻസർ ഈസ് ഫസ്റ്റ് ഇൻക്രീസസ് 5 അപ്പോഴും ഇൻക്രീസ് ചെയ്ത് ഒരു വാല്യൂ എത്തി, മാക്സിമം എത്തിയെന്നല്ല, ഹൈ ആയെന്നേ ഉള്ളൂ കേട്ടോ ആ കണ്ടീഷനിൽ. അതിനുശേഷം വീണ്ടും 5 നെഗറ്റീവ് ഡയറക്ഷനിൽ വരുമ്പോൾ ആർമേച്ചർ കറണ്ട് വീണ്ടും റൈസ് ചെയ്യത്തേ ഉള്ളൂ. ഓൾ ദീസ് ടൈം ഡെൽറ്റ ഈസ് ഇൻക്രീസിങ്. അങ്ങനെ ഇൻക്രീസ് ചെയ്ത് ഒരു പർട്ടിക്കുലർ ലെവൽ കഴിയുമ്പോഴത്തേക്കും സ്ലിപ്പായി പെട്ടെന്ന് ബാക്കിൽ നിന്ന് വരുന്ന പോളിലേക്ക് പോയി എന്താണ് തട്ടി നിൽക്കും. സോ അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആർമേച്ചർ കറണ്ട് വിൽ എഗെയിൻ സഡൻലി ഡിക്രീസ് സ്റ്റീപ്ലി എന്നുള്ളതാണ്. സോ നമ്മുടെ ആൻസർ ഇസ് ഓപ്ഷൻ ബി, ഫസ്റ്റ് ഇൻക്രീസസ് ആൻഡ് ദെൻ ഡിക്രീസസ് സ്റ്റീപ്ലി. Next question. A 3-phase synchronous motor with constant excitation is driving a certain load, drawing an electric power from an infinite bus at a leading power factor. ശ്രദ്ധിക്കുക, സകല പോയിന്റ്സും മെൻഷൻഡ് ആണ്. സിങ്ക്രണസ് മോട്ടോർ, കോൺസ്റ്റന്റ് എക്സൈറ്റേഷൻ, ഇൻഫിനിറ്റ് ബസ്സിൽ നിന്നും ലീഡിംഗ് പവർ ഫാക്ടറിൽ കറണ്ട് ഡ്രോ ചെയ്യുന്നു. സോ സിങ്ക്രണസ് മോട്ടറിന്റെ ഫേസർ വരച്ചാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. എങ്ങനെ നോക്കാം. സിങ്ക്രണസ് മോട്ടർ അല്ലേ. സോ ദിസ് ഇസ് വി. എന്താണ് പറയുന്നത്? ഇൻഫിനിറ്റ് ബസ്സിലേക്ക് ലീഡിംഗ് പവർ ഫാക്ടർ അല്ലേ. സോ ലീഡിംഗ് പവർ ഫാക്ടർ ശരി ആയിക്കോട്ടെ. ലീഡിംഗ് പവർ ഫാക്ടർ ആവുമ്പോൾ ശ്രദ്ധിക്കുക, ഇതിങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് പെർപെൻഡിക്കുലർ ആണ് ഇത്. സോ ഞാൻ എന്താണ് ജെ ഐ എ എക്സസ് ഇവിടെ വരച്ചു. ജെ ഐ എ എക്സസ് ഇവിടെ വരച്ചു കഴിഞ്ഞാൽ ദിസ് ഈസ് ദ വാല്യൂ ഓഫ് ഇ എഫ്. ഡെൽറ്റ ഇ എഫ് ഈസ് അറ്റ് എ ലാഗിങ് ഡെൽറ്റ. സോ ഡെൽറ്റ ഈസ് ആക്ച്വലി നെഗറ്റീവ്. സിങ്ക്രണസ് മോട്ടറാണ്. സോ നമ്മുടെ ഡയഗ്രാം കറക്റ്റ് ആണ്. ഇനി പറയുന്നത് ഇറ്റ് ഈസ് വർക്കിംഗ് അറ്റ് എ കോൺസ്റ്റന്റ് എക്സൈറ്റേഷൻ എന്നാണ്.
സോ ഞാൻ ഒന്നും കൂടെ ജസ്റ്റ് വരയ്ക്കാം. ദിസ് ഈസ് വി, ദിസ് ഈസ് ലീഡിങ് കറണ്ട്, ദിസ് ഈസ് ജെ ഐ എ ഇൻറ്റു എക്സ് ആൻഡ് ദിസ് ഈസ് ഇ എഫ്. ഇനി ഇത് ശ്രദ്ധിക്കുക, കോൺസ്റ്റന്റ് എക്സൈറ്റേഷനിൽ, അതായത് ദിസ് എക്സൈറ്റേഷൻ ഒ എ ആയിരിക്കോട്ടെ, ദിസ് എക്സൈറ്റേഷൻ ഇസ് എ കോൺസ്റ്റന്റ്. ദാറ്റ് മീൻസ് ഇനി ഞാൻ ചേഞ്ചസ് വരുത്തിയാൽ ദ എക്സൈറ്റേഷൻ ഈസ് ഫോളോയിങ് എ ലോക്കസ്. ഇതാണ് ആക്ച്വലി എന്ത് ആക്റ്റീവ് പവർ. ഞാൻ ഇനി ആക്റ്റീവ് പവർ കൂട്ടിയാൽ എക്സൈറ്റേഷൻ ഇങ്ങോട്ടേക്ക് ഈ ലോക്കസ് ടച്ച് ചെയ്ത് പോകും. ആക്റ്റീവ് പവർ കുറച്ച് കഴിഞ്ഞാൽ ഇത് മുകളിലേക്ക് പോകും. ദിസ് ഈസ് 5, ദിസ് ഈസ് 5. സോ ഇപ്പം ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് പ്ലോട്ട് ചെയ്യാം. ദിസ് ഈസ് വി, ദിസ് ഈസ് ജെ ഐ എ എക്സ്. ഇതാണ് ആക്ച്വലി 5 അല്ലേ. ദിസ് ഈസ് 5, ദിസ് ഈസ് ഓൾസോ 5. ഇതാണ് ദിസ് ഈസ് ഇ, ദിസ് ഈസ് ഡെൽറ്റ. ക്വസ്റ്റ്യൻ ഇതാണ്, ദ ഷാഫ്റ്റ് ലോഡ് ഡിക്രീസസ്. ഇതാണ് ഷാഫ്റ്റ് ലോഡ്. ഇത് ഡിക്രീസ് ചെയ്യുക മീൻസ് മുകളിലേക്ക് പോകുക എന്നുള്ളതാണ്. അതായത് ഓക്കെ, മുകളിലേക്ക് പോകുക എന്നുള്ളതാണ്. ഷാഫ്റ്റ് ലോഡ് കുറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ, നെക്സ്റ്റ് കേസ് ഇത് ഇനി മുകളിലേക്ക് പോകുമ്പോൾ നെക്സ്റ്റ് ഷാഫ്റ്റ് ലോഡ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇതായിരിക്കും നമ്മളുടെ ഇ എഫ് എന്ന് പറയുന്നത്. ദിസ് ഇസ് മൈ ഇ എഫ്. കാരണം ദിസ് ഇ എഫ് ഈസ് ആക്ച്വലി ഫോളോയിങ് എ കോൺസ്റ്റന്റ് ലോക്കസ്. സോ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, ഷാഫ്റ്റ് ലോഡ് കുറയുമ്പോൾ കീപ്പിംഗ് എക്സൈറ്റേഷൻ കോൺസ്റ്റന്റ്, പുതിയ വാല്യൂ ഓഫ് ഡെൽറ്റയാണ് ഈ മാർക്ക് ചെയ്തേക്കുന്നത്. ദാറ്റ് മീൻസ് ഡെൽറ്റ വിൽ റെഡ്യൂസ്. അറ്റ് ദ സെയിം ടൈം 5 എന്ത് സംഭവിക്കുന്നു, ഈ ഐ എ ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് ഈ ലോക്കസിനെ ട്രേസ് ചെയ്ത് പോകുമ്പോൾ ദിസ് മാഗ്നിറ്റ്യൂഡ്, അതായത് ഈ കർവ് ഐ എ ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് ഈ ലോക്കസിനെ ട്രേസ് ചെയ്ത് പോകുമ്പോൾ 5 വിൽ ഇൻക്രീസ്. 5 കൂടുക മീൻസ് എന്താണ്, പവർ ഫാക്ടർ വിൽ ഡിക്രീസ്. സോ അൾട്ടിമേറ്റ്ലി ലോഡ് ആംഗിൾ ഡിക്രീസസ്, പവർ ഫാക്ടർ ഡിക്രീസസ്. So both power angle and the power factor decreases. So our answer is option D. ലോഡും കുറയുന്നു, അറ്റ് ദ സെയിം ടൈം എക്സൈറ്റേഷനും കുറയുന്നു. സോ ഇങ്ങനെ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫേസർ ഡയഗ്രാം പഠിച്ചാൽ വളരെ ഈസി ആയിട്ട് ഒരിക്കലും മിസ്റ്റേക്ക് വരാതെ നമുക്ക് വരയ്ക്കാൻ അല്ലെങ്കിൽ അനാലിസിസ് നടത്താൻ സാധിക്കും. എന്താണ് ആക്ച്വലി മെഷീനകത്ത് സംഭവിക്കുന്നത് എന്നുള്ളത് ഫേസർ ഡയഗ്രാമിൽ നിന്നും വളരെ ഈസി ആയിട്ട് നമുക്ക് പിക്ചർ ലഭിക്കും. Next question. In a synchronous machine, the rotor speed becomes more than synchronous speed. Rotor speed becomes more than synchronous speed. അതെങ്ങനെ? ഡ്യൂറിങ് ഹണ്ടിങ്. ഇപ്പോൾ കറക്റ്റായി. കാരണം അല്ലെങ്കിൽ സിങ്ക്രണസ് മെഷീനകത്ത് റോട്ടോർ സ്പീഡും സ്റ്റേറ്റർ സ്പീഡും സെയിം ആണ്. ഐ മീൻ സ്റ്റേറ്റർ MMF സ്പീഡ്. സോ ഹണ്ടിങ് സമയത്ത് റോട്ടോർ സ്പീഡ് ബിക്കംസ് ഗ്രേറ്റർ ദാൻ സിങ്ക്രണസ്ലി റിവോൾവിംഗ് സ്പീഡ് എന്നാണ്. സോ ഇങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇൻഡക്ഷൻ മെഷീൻ്റെ നോളജിൽ നിന്ന് അറിയാം, പവർ വിൽ ഡെഫിനറ്റ്ലി ഫ്ലോ ഫ്രം ഹയർ സ്പീഡ് ടു ലോവർ സ്പീഡ്. ഹയർ സ്പീഡ് ടു ലോവർ സ്പീഡ് ഡയറക്ഷനിൽ പവർ ഫ്ലോ സംഭവിക്കും. കാരണം എന്താണ്, സ്ലിപ്പ് ഈ കേസിനകത്ത് നെഗറ്റീവ് ആവും. റോട്ടോർ ഇസ് റൊട്ടേറ്റിംഗ് അറ്റ് ഹയർ സ്പീഡ്. ഇത് ഹണ്ടിങ് സമയത്താണ് സംഭവിക്കുന്നത്. ഹണ്ടിങ് സമയത്ത് മാത്രമേ സിങ്ക്രണസ് മെഷീനകത്ത് സംഭവിക്കത്തുള്ളൂ. സോ ശ്രദ്ധിക്കുക, ഹയർ സ്പീഡിൽ നിന്നും ലോവർ സ്പീഡിലേക്ക്, അതായത് റോട്ടറിൽ നിന്നും സ്റ്റേറ്ററിലേക്ക് പവർ ഫ്ലോ നടക്കും ബൈ ഇൻഡക്ഷൻ ആക്ഷൻ. സോ അവിടെ ഇൻഡക്ഷൻ ആക്ഷൻ വന്നു കഴിഞ്ഞു. കാരണം ഇൻഡക്ഷൻ മെഷീനിൽ ഇതാണ് സംഭവിക്കുന്നത്. റോട്ടോർ ഈസ് അറ്റ് എ ലെസർ സ്പീഡ് വെൻ കമ്പയർഡ് ടു സ്റ്റേറ്റർ. എപ്പോഴും സ്റ്റേറ്ററിൽ നിന്ന് റോട്ടറിലേക്ക് പവർ ഫ്ലോ ഉണ്ടാവും. എപ്പോഴാണോ നേരെ ഓപ്പോസിറ്റ് വരുന്നത്, ഇൻഡക്ഷൻ മോട്ടോർ ഇൻഡക്ഷൻ ജനറേറ്ററായി മാറും. ശ്രദ്ധിക്കുക, റോട്ടർ സ്പീഡ് സ്റ്റേറ്ററിനേക്കാളും കൂടുതലായി കഴിഞ്ഞാൽ ഞാൻ ഇപ്പം മെൻഷൻ ചെയ്തു, ഇൻഡക്ഷൻ മോട്ടോർ ഇൻഡക്ഷൻ ജനറേറ്ററായി മാറും അല്ലേ, ഇൻഡക്ഷൻ മെഷീൻ കൺസെപ്റ്റ് വെച്ച്. സോ വി ഹാവ് എൻ ഇൻഡക്ഷൻ ജനറേറ്റർ ടോർക്ക്. വി ഹാവ് എ ഇൻഡക്ഷൻ ജനറേറ്റർ ടൈപ്പ് ഓഫ് ടോർക്ക് ദാറ്റ് ഈസ് ഡെവലപ്ഡ്. അതായത് ഇൻഡക്ഷൻ ആക്ഷൻ വന്നു കഴിഞ്ഞു, ഇൻഡക്ഷൻ ആക്ഷൻ ബേസ് ചെയ്ത് സഡൻലി പവർ ഫ്ലോ വരും. ദർ ഇസ് എ പവർ ഫ്ലോയിങ് ഫ്രം ദ സ്റ്റേറ്റർ ഓർ വൈസ് വേഴ്സ ബൈ ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ. എന്ത് പ്രിൻസിപ്പിൾ? ഈ പർട്ടിക്കുലർ കേസിൽ ജനറേറ്ററാണ്. കാരണം റോട്ടറിൽ നിന്ന് സ്റ്റേറ്ററിലേക്കാണ് ആക്ച്വലി പവർ ഫ്ലോ വരുന്നത്. ദാറ്റ് ഈസ് പവർ ഇസ് ഫെഡ് ബാക്ക് ടു ദ സോഴ്സ്. അതുകൊണ്ടാണ് ഇതിനെ ജനറേറ്റർ എന്ന് മെൻഷൻ ചെയ്യാനുള്ള കാര്യം. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. The main advantage of distributing the windings in the slot.
ഇതൊരു യൂഷ്വൽ ക്വസ്റ്റ്യൻ ആണ്. ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ്ങും ഷോർട്ട് കോഡഡ് വൈൻഡിങ്ങുമാണ് നമ്മൾ എ സി മെഷീൻസിൽ യൂസ് ചെയ്യുന്നത്. മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഹാർമോണിക്സ്, ജനറേറ്റഡ് ഇ എം എഫിലെ ഹാർമോണിക്സിനെ എലിമിനേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. സപ്പോസ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാതെ എല്ലാ കണ്ടക്ടറും ഒരു സ്ലോട്ടിനകത്ത് തന്നെ ഇട്ട് കഴിഞ്ഞാൽ, അതായത് സ്റ്റേറ്ററിനകത്ത് ഫിക്സ് ചെയ്യുന്ന ആർമേച്ചർ, 1-2 ആർമേച്ചർ കണ്ടക്ടേഴ്സ് നമ്മൾ ഒരു സ്ലോട്ടിനകത്ത് തന്നെ വെച്ച് കഴിഞ്ഞാൽ ഈ റോട്ടറിൻ്റെ ഈ ഫ്ലക്സ് ചിലപ്പോൾ ലോവസ്റ്റ് കണ്ടക്ടറിനെ ടച്ച് ചെയ്തൊന്നും വരത്തില്ല. അതിന് മുന്നേ തന്നെ ഈ ഫ്ലക്സ് റിട്ടേൺ അടിച്ച് തിരിച്ചു വരും. അതുകൊണ്ട് തന്നെ ലോവസ്റ്റ് കണ്ടക്ടറിൽ നമുക്ക് ഫ്ലക്സ് ലിങ്കേജിന് ഇഷ്യൂസ് വരും. സോ അങ്ങനെ മൊത്തത്തിൽ ഇഷ്യൂ ആണ്. അതുകൊണ്ട് തന്നെ ഹാർമോണിക്സ് ഇൻഡ്യൂസ് ചെയ്യപ്പെടും. സോ അതെല്ലാം പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഹാർമോണിക്സ് ജനറേഷൻ മിനിമൈസ് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കും. സോ അതിൻ്റെ ബാക്കിൽ ഒരുപാട് തിയറി കണക്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെ ഹാർമോണിക്സ് ജനറേറ്റ് ആകുന്നു, എന്തൊക്കെ ഫോർമുലാസാണ് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്, അതിനെ ബേസ് ചെയ്ത് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം എന്നിങ്ങനെ വൈൻഡിങ് ഓഫ് സിങ്ക്രണസ് മെഷീനെ ബേസ് ചെയ്തുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ട് തന്നെ ഉണ്ട്. ഓൾ ദ പോയിന്റ്സ് ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the nature of armature MMF for a 0 power factor lagging load in a 3-phase alternator. സോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു അല്ലേ, 0 പവർ ഫാക്ടർ ലാഗിങ് ലോഡ് ഇൻ എ 3-phase alternator. 0 പവർ ഫാക്ടർ ലാഗിങ് ലോഡ് നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു, സോളിഡ് ഷോർട്ട് സർക്യൂട്ട് ലീഡ്സ് ടു റിഡക്ഷൻ ഇൻ ദ ഫ്ലക്സ് ഇൻ ദ എയർ ഗ്യാപ്പ്. അതേ കണ്ടീഷൻ തന്നെയാണ്. എന്താണ് ഇവിടെ എന്ത് സംഭവിക്കുന്നു, 0 പവർ ഫാക്ടർ ലാഗിങ് വരുമ്പോൾ, alternator വരുമ്പോൾ we have a demagnetizing effect on the flux. Net flux in the field, net flux in the air gap will reduce. So answer is option B. ശ്രദ്ധിക്കുക, the flux per pole in a synchronous motor with stator not connected to supply is 5-1. സ്റ്റേറ്റർ ഞാൻ സപ്ലൈയിൽ കൊടുത്തിട്ടില്ല. കൊടുക്കാതിരുന്നപ്പോൾ ഫ്ലക്സ് പെർ പോള് എനിക്ക് 5-1 എന്ന് കിട്ടി. ഇനി സ്റ്റേറ്റർ ഞാൻ സപ്ലൈ കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു, എനിക്ക് 3/4 5-1 ആയി. ഓക്കെ, 5-2 = 3/4 5-1. അങ്ങനെയാണെങ്കിൽ ദ നോ ലോഡ് കറണ്ട് ഡ്രോൺ ഫ്രം ദ സപ്ലൈ അണ്ടർ ദിസ് കണ്ടീഷൻ. ശ്രദ്ധിക്കുക, നേരത്തെ നമ്മൾ ഡീമാഗ്നറ്റൈസിങ്ങിൻ്റെ കണ്ടീഷൻ എക്സ്പ്ലെയിൻ ചെയ്തു അല്ലേ. ജനറേറ്റർ 0 പവർ ഫാക്ടർ ലാഗിങ് കണ്ടീഷനിൽ ഡയറക്റ്റ്ലി ഡീമാഗ്നറ്റൈസ് ചെയ്യും. അറ്റ് ദ സെയിം ടൈം സിങ്ക്രണസ് മോട്ടോർ 0 പവർ ഫാക്ടർ ലീഡിങ് സമയത്ത് ഡയറക്റ്റ്ലി ഡീമാഗ്നറ്റൈസ് ചെയ്യും, അല്ലെങ്കിൽ ഡീമാഗ്നറ്റൈസ് ചെയ്യും. 0 പവർ ഫാക്ടർ ലീഡിങ് ആണെങ്കിൽ ഡയറക്റ്റ്ലി കുറയും, ഇല്ലെങ്കിൽ ജസ്റ്റ് ആയിട്ട് കുറയും. സോ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, ഇവിടുത്തെ ആൻസർ എന്തായിരിക്കും? ആൻസർ ഇസ് ഗോയിങ് ടു ബി, ഇറ്റ് ഇസ് എ മോട്ടോർ അല്ലേ, ഇറ്റ് ഇസ് എ മോട്ടോർ. സോ ജനറേറ്ററിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അതിൻ്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ പോകുന്നത്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മോട്ടോറിൻ്റെ വർക്കിങ്, എങ്ങനെ മോട്ടോറിൽ നമുക്ക് റൊട്ടേഷൻ തീരുമാനിക്കും. നേരത്തെ റൈറ്റ് ഹാൻഡ് റൂൾ ഞാൻ അപ്ലൈ ചെയ്ത പോലെ തന്നെ ഇവിടെ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് റൂൾ അപ്ലൈ ചെയ്യാം, റിലേറ്റീവ് മോഷൻ വെച്ചിട്ട്. സോ അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സാക്ട്ലി ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് മോട്ടോർ നമുക്ക് കിട്ടും. അങ്ങനെ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ജനറേറ്ററിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് മനസ്സിലാവും ഡയറക്റ്റ്ലി ഡീമാഗ്നറ്റൈസിങ് കണ്ടീഷൻ ജനറേറ്ററിൽ 0 പവർ ഫാക്ടർ ലാഗ് ആണെങ്കിൽ മോട്ടോറിൽ 0 പവർ ഫാക്ടർ ലീഡ് കണ്ടീഷനിൽ വരും. അതായത് നോ ലോഡ് കറണ്ട് ഡ്രോൺ ഫ്രം ദ സപ്ലൈ. നോ ലോഡ് കറണ്ടാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണ്, ലോഡഡ് കറണ്ടാണ്. ഈ കേസിനകത്ത് ക്വസ്റ്റ്യൻ ഇനിഷ്യലി ഫ്ലക്സ് 5-1 ആയിരുന്നു. എപ്പോൾ സ്റ്റേറ്റർ കൊടുക്കാതെ റോട്ടർ മാത്രം സപ്ലൈ കൊടുത്തപ്പോൾ. അതിനുശേഷം സപ്ലൈ സ്റ്റേറ്ററിൽ കൊടുത്തപ്പോൾ ഫ്ലക്സ് റെഡ്യൂസ് ചെയ്തു എന്നാണ്. ദാറ്റ് മീൻസ് സം കറണ്ട് ഈസ് ടേക്കൺ ഫ്രം ദ സ്റ്റേറ്റർ വിച്ച് ലീഡ്സ് ടു റിഡക്ഷൻ ഇൻ ഫ്ലക്സ്. ദാറ്റ് മീൻസ് ഡീമാഗ്നറ്റൈസേഷൻ ഹാസ് ടേക്കൺ പ്ലേസ്. അതിൻ്റെ അർത്ഥം ജനറേറ്ററിൻ്റെ ഓപ്പോസിറ്റ് കണ്ടീഷനായ ലീഡിങ് ദ സപ്ലൈ വോൾട്ടേജ് ആണ് ഇവിടുത്തെ ആൻസർ അല്ലെങ്കിൽ സൊല്യൂഷൻ. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരുപാട് എക്സ്പ്ലനേഷൻ ഉണ്ട്. ദാറ്റ് റിക്വയർസ് എന്താണ്, അനദർ 15 to 20 minutes ഫോർ ദ പ്രോപ്പർ എക്സ്പ്ലനേഷൻ ഓഫ് ദ ക്വസ്റ്റ്യൻ. പക്ഷേ നമ്മൾ ജനറേറ്റർ നോക്കിയത് കൊണ്ട് ജനറേറ്ററിനെ ബേസ് ചെയ്ത് റിവേഴ്സ് ആണെന്ന് പഠിച്ചു വെച്ചിരുന്നാൽ എക്സാമിനേഷൻ അത് പെട്ടെന്ന് നമുക്ക് സോൾവ് ചെയ്യാം. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി.
Next question, the breadth factor of a third harmonic EMF of a three-phase four-pole synchronous machine having stator slots 36 number. Question എന്താണ്? breadth factor KD calculate ചെയ്യുക. ശ്രദ്ധിക്കുക, there is a formula sin m beta by 2 divided by m sin beta by 2 എന്നല്ലേ? പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ തേർഡ് ഹാർമോണിക് എന്ന് പറയുന്നുണ്ട്. സോ വി ഹാവ് ടു ഇൻക്ലൂഡ് ദ ഇഫക്റ്റ് ഓഫ് ഹാർമോണിക്. ഇവിടെ രണ്ടിടത്തും എന്നും കൂടെ ഇൻക്ലൂഡ് ചെയ്യുക. ഓക്കെ ആണല്ലോ. എം എന്താണ്? എം ഇസ് ദ നമ്പർ ഓഫ് എന്താണ് സ്ലോട്ട്സ് പെർ പോൾ പെർ ഫേസ്. നമ്പർ ഓഫ് സ്ലോട്ട്സ് പെർ പോൾ പെർ ഫേസ് എന്താണ്? 36 സ്ലോട്ട് ഉണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് പോൾസ് എന്താണ്? 4 × 3 12. സോ എമ്മിൻ്റെ വാല്യൂ 3 ആണെന്ന് കിട്ടി. ബീറ്റ എന്ന് പറഞ്ഞാൽ സ്ലോട്ട് ആംഗിൾ. നമുക്കറിയാം ഒരു സ്ലോട്ടിൻ്റെ ഇൻഫ്ലുവൻസിൽ ഒരു പോളിൻ്റെ ഇൻഫ്ലുവൻസിൽ വരുന്ന നമ്പർ ഓഫ് സ്ലോട്ട്സിനെയാണ് നമ്മൾ ഒരു പോളിൻ്റെ സ്ലോട്ട്സ് എന്ന് പറയുന്നത് അല്ലേ. ബീറ്റ എന്ന് പറഞ്ഞാൽ സ്ലോട്ട് ആംഗിൾ. രണ്ട് സ്ലോട്ടുകൾ തമ്മിലുള്ള, അതായത് ഇവിടെ ഒരു സ്ലോട്ട് ഉണ്ട്, കുറച്ചിൻ്റെ ഒരു സ്ലോട്ട് ഉണ്ട്, ഈ രണ്ട് സ്ലോട്ടുകൾ തമ്മിലുള്ള ആംഗിൾ. സോ ശ്രദ്ധിക്കുക, ബീറ്റ എന്താണ്? 180 ഡിവൈഡഡ് ബൈ സ്ലോട്ട്സ് പെർ പോൾ. എന്തുകൊണ്ട് ഇങ്ങനെ എഴുതാൻ കാര്യം? ഈ 180 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പോൾ അഡ്ജസൻറ്റ് പോളിൻ്റെ ഇടയ്ക്കുള്ള ഇലക്ട്രിക്കൽ ആംഗിൾ കവറേജ് ആണ് ഈ 180 ഡിഗ്രി എന്ന് പറയുന്നത് അല്ലേ. സോ ഈ 180 ഡിഗ്രി കവർ ചെയ്യാൻ എത്ര സ്ലോട്ട്സ് വേണം? അത് തന്നെയാണ് ആക്ച്വലി ബീറ്റ ഇലക്ട്രിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, വാട്ട് ഈസ് ബീറ്റ? 180 ഡിവൈഡഡ് ബൈ 36 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുമ്പോൾ 180 ഡിവൈഡഡ് ബൈ 9 വിച്ച് ഈസ് ഈക്വൽ ടു 20 ഡിഗ്രി. സോ ബീറ്റ കിട്ടി 20 ഡിഗ്രി, എം കിട്ടി, എൻ കിട്ടി, എൻ ഈസ് ഈക്വൽ ടു 3. സോ ഈ സോൾവ് ചെയ്യുക, എമ്മും ഉണ്ട്, ബീറ്റയുണ്ട്, എന്നും ഉണ്ട്, എല്ലാ വാല്യൂസും ഉണ്ട്. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് ദ വാല്യൂ. എങ്ങനെയാണ്? നമുക്ക് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. സൈൻ എം ബീറ്റ എൻ ഡിവൈഡ് ബൈ 2 ഡിവൈഡ് ബൈ എം എന്താകുന്നു? എം ഇസ് 3 സൈൻ ബീറ്റ എന്താണ്? ബീറ്റ ഇസ് 20 ഇൻറ്റു എൻ ഇസ് 3 ഡിവൈഡ് ബൈ 2. എൻ ഇസ് 3 അല്ലേ. സോ 10 സൈൻ 90 അല്ലേ. ന്യൂമറേറ്റർ സൈൻ 90 ഡിവൈഡ് ബൈ 3 സൈൻ 20 40 60 ഡിവൈഡ് ബൈ 2 30. സൈൻ 30 എന്ന് പറഞ്ഞാൽ 1/2, സൈൻ 90 is 1. സോ 1 ഡിവൈഡ് ബൈ 3 ഇൻറ്റു 1/2 വിച്ച് ഈസ് ഈക്വൽ ടു 2/3 വിച്ച് ഈസ് ഈക്വൽ ടു 0.67. സോ നമ്മുടെ ആൻസർ എന്താണ്? അവർ ആൻസർ ഇസ് 0.67. ദിസ് ഇസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് നോക്കാം. What are the signs of load angle in the alternator during generator and motor operation respectively? ഓൾറെഡി ഞാൻ പറഞ്ഞു, ലോഡ് ആംഗിൾ ഡെൽറ്റ. ജനറേറ്റർ എങ്ങനെയാണ്? ഇത് V, ദിസ് ഇസ് IA, ഇതാണ് ഫൈ ആംഗിൾ, ഇത് ബസ് വോൾട്ടേജ് ആണ്. സോ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമുക്ക് എന്താണ്? JIA XS ആൻഡ് വി ഹാവ് EF. ദിസ് ആംഗിൾ ഇസ് ഡെൽറ്റ. സോ ജനറേറ്ററിൻ്റെ ദിസ് ഡെൽറ്റ ഈസ് പോസിറ്റീവ്. ജനറേറ്ററിന് ഡെൽറ്റ ഈസ് പോസിറ്റീവ്. ആർക്കാണ്? ജനറേറ്റർ. അറ്റ് ദ സെയിം ടൈം മോട്ടോർ ആണെങ്കിലോ? മോട്ടോർ ശ്രദ്ധിക്കുക, ജനറേറ്ററിനകത്ത് നോട്ട് ചെയ്യേണ്ട പോയിന്റ് എന്താണ്? ഫീൽഡ് ഫ്ലക്സ്. ഇതാണ് ഫീൽഡ് ഫ്ലക്സിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഫീൽഡ്. ഇതാണ് റിസൾട്ടൻറ്റ്. ഫീൽഡ് ഇസ് ആക്ച്വലി ലീഡിങ് വിത്ത് റെസ്പെക്ട് ടു റിസൾട്ടൻറ്റ്. ഫീൽഡ് ഇസ് ലീഡിങ് വിത്ത് റെസ്പെക്ട് ടു റിസൾട്ടൻറ്റ്. മോട്ടോർ ആണെങ്കിലോ? ഇത് ടെർമിനൽ വോൾട്ടേജ്. മോട്ടോർ കറണ്ട് എങ്ങനെയായിരിക്കും നമ്മൾ ഡ്രോ ചെയ്യുന്നത്? നമുക്ക് താഴേക്ക് വരയ്ക്കണം അല്ലേ. യൂഷ്വലി ദിസ് ഇസ് ദ കണ്ടീഷൻ. IA എന്താണ്? JIA ഇൻറ്റു XS ആൻഡ് ദിസ് ഇസ് EF. യൂഷ്വലി മോട്ടോർ ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, സിങ്ക്രണസ്. സോ ദിസ് ഡെൽറ്റ ഇസ് ആക്ച്വലി നെഗറ്റീവ്. ദിസ് ഇസ് ആക്ച്വലി EF. സോ EF ഇസ് ആക്ച്വലി ലാഗിങ്, അതായത് ഫീൽഡ് ഫ്ലക്സ് ഇസ് ലാഗിങ് ദ റിസൾട്ടൻറ്റ് ഫ്ലക്സ് ഇൻ ദ കേസ് ഓഫ് എന്താണ്? മോട്ടോർ. സോ ഡെൽറ്റ ഇസ് നെഗറ്റീവ്. ഹിയർ ഡെൽറ്റ ഇസ് പോസിറ്റീവ്. സോ നമുക്ക് പറയാം പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. ആൻസർ ഈസ് ഓപ്ഷൻ ബി. സോ ഇതൊക്കെയാണ് നമുക്ക് എക്സാമിനേഷന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കൺസെപ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇത് കൂടാതെ വളരെ ഈസി ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ബട്ട് അറ്റ് ദ സെയിം ടൈം ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് നിങ്ങൾക്ക്
ഇതുപോലെ ലോജിക്കലി അല്ലെങ്കിൽ ശരിക്കും മെഷീൻസിനെ പറ്റി ഒരു ധാരണ ഉണ്ടെങ്കിൽ മാത്രം സോൾവ് ചെയ്യാൻ പാകത്തിനുള്ള ക്വസ്റ്റ്യൻസ് പ്രസൻ്റ് ആയിരിക്കും. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.